ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മല്ലു ടോക്സ് ആസ്നൽ ടു എ പോസ്റ്റ് മാച്ച് ആസ്നൽ വേഴ്സസ് പി എസ് ജി മാച്ച്. അപ്പോൾ ഇന്ന് നമുക്ക് ആസ്നൽ വേഴ്സസ് പി എസ് ജി മാച്ച് ഇന്നലെ നടന്നതിൻ്റെ 2-0 ഗെയിമിൻ്റെ ഒരു റിവ്യൂ പോലെ നമുക്ക് ചെയ്യാം. സോ ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് സഞ്ജയ് ആണ്. ലെറ്റ് മീ ആഡ് ഹിം ടു ദ കോൾ. ഹലോ സഞ്ജയ്, ഹായ്. ഹലോ. ഹായ്. അപ്പം ഇന്നലെ ഫുള്ളി ലേറ്റ് നൈറ്റ് ആണെങ്കിലും കളി ഫുള്ള് കണ്ടായിരുന്നല്ലോ അല്ലേ? വാട്ട് ഡു യു തിങ്ക്? എന്താണ് ഫസ്റ്റ് ഇംപ്രഷൻസ് ഓഫ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് വിന്നാണ് ഈ വീക്കിലെ, അല്ല മീൻസ് ഈ സീസണിലെ. ഫസ്റ്റ് ഗെയിം ഡ്രോ ആയിരുന്നു, സെക്കൻഡ് ഗെയിം നമ്മുടെ ഫസ്റ്റ് ഹോം ഗെയിമും ആണത്. സോ 2-0 വിൻ. ഹൗ ഡിഡ് ദ ബോയ്സ് പെർഫോം? എന്ത് തോന്നുന്നു കളി കണ്ടിട്ട്? ഇന്നലത്തെ കളി ശരിക്കും ഒരു ഈസി വിക്ടറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫസ്റ്റ് ഹാഫിൽ തന്നെ ശരിക്കും കളി അവസാനിച്ചു. സെക്കൻഡ് ഹാഫിൽ ശരിക്കും പി എസ് സി നല്ല രീതിയിൽ അവരുടെ സൈഡിൽ നിന്ന് അറ്റാക്ക് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അത് ക്വൈറ്റ് നാച്ചുറൽ ആയിരുന്നു. കാരണം സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ചെറിയൊരു സ്വിച്ച് ഓഫ് നമ്മുടെ സൈഡിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷെ പി എസ് സിയുടെ സൈഡ് നല്ല രീതിയിൽ അറ്റാക്ക് അവർ ചെയ്യാൻ നോക്കി. പക്ഷെ ഒരു ഒരു കൺവിൻസിങ് ആയിട്ടുള്ള അറ്റാക്ക് ആയിരുന്നില്ല പി എസ് സിയുടെ സൈഡിൽ ഉണ്ടായിരുന്നത്. അത് നമുക്ക് ശരിക്കും ഗുണകരമായി. എന്റെ ഓർമ്മ ശരിയാണ്, എനിക്ക് ആകെ 2 അറ്റംപ്റ്റ്സ് ആണ് ഒരു പ്രോപ്പർ അറ്റംപ്റ്റ്സ് ശരിക്കും അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നുള്ളൂ. ഒരെണ്ണം മറ്റേ കോർണറിന്ന് മറ്റേ നെവസിന്റെ ഒരു പോസ്റ്റിക് ഉണ്ടായിരുന്നു. പിന്നെ അതെ, മറ്റേ കാങ്ലി മറ്റേ ലെഫ്റ്റ് സൈഡ്, അത് ശരിക്കും നല്ല സ്വേർവിംഗ് ഷോട്ട് ആയിരുന്നു. അതാണ്, അത് നല്ലൊരു അതെ, സേവ് ആയിരുന്നു അതെ, ഡാവിഡ് സൈഡ്. ഡേവിഡ് റെഡ്, അതെ, അതെ, അപ്പൊ ഈ 2 അറ്റാക്സ് മാത്രമാണ് നമുക്ക് നോട്ടബിൾ ആയിട്ട് പറയാൻ പറ്റുള്ളൂ പി എസ് സിയുടെ സൈഡിൽ നിന്ന്. ബാക്കിയെല്ലാം ജസ്റ്റ് ഒരു നെയിം സേക്ക് അല്ലെങ്കിൽ കുറച്ചുകൂടി വെനം കുറവുള്ള അറ്റാക്സ് ആയിരുന്നു അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് എ വെരി ഈസി വിക്ടറി ഫോർ us. നമ്മൾ ലെസ്റ്റർ അതെ, സിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരുന്നു ഇന്നലത്തെ വിക്ടറി. അതാണ്. സോ അതെ, ഇറ്റ് വാസ് എ നോർമൽ ഗെയിം ഫോർ us. അതാണ്, വലിയൊരു ചാലഞ്ചിങ് ഗെയിം ആയിട്ട് തോന്നിയില്ല. അതാണ് എന്റെ ഇനീഷ്യൽ ടേക്ക് പറയാനുള്ളത്. അതെ. ചാലഞ്ചിങ് ഗെയിം അല്ല. പക്ഷെ ഇന്നലെ ഞാൻ ആ കളിയില് കണ്ടൊരു വലിയ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ സീസൺ നമ്മളിങ്ങനെ ചാമ്പ്യൻസ് ലീഗ് കളിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഹൈ പ്രൊഫൈൽ ഗെയിം, ലെറ്റ്സ് സേ ബയേൺ ഗെയിം ആണെങ്കിലും, അതിന് മുന്നത്തെ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ കഴിഞ്ഞ സീസൺ കളിച്ചപ്പോഴും വി വർ ടു ഇൻവോൾവ്ഡ് ആസ് എ ടീം. ലൈക്ക് ഭയങ്കര ഇമോഷണലി ഇൻവോൾവ് ആയതുപോലെ തോന്നിയായിരുന്നു. കാരണം ചാമ്പ്യൻസ് ലീഗ് ആണ്, ആ ഒരു പ്രഷർ ഉണ്ട് എന്നൊരു, കളി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രഷർ വെച്ചിട്ട് നമ്മളൊരു ഇത് കളിക്കൂലേ, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ട് ആ ഗെയിമിലോട്ട് കളിക്കുന്ന ഒരു ഫീല്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ ഇറ്റ് വാസ് മോർ ഓഫ് എ കോൺഫിഡന്റ് ഗെയിം. ആർസെൽ മോർ കോൺഫിഡന്റ് ആയിരുന്നു ഇന്നലെ കളിക്കുമ്പോൾ. അതാണ് സത്യം പറഞ്ഞ മൈ ടേക്ക് ഓഫ് ആ ഇന്നലത്തെ കളിയിൽ നിന്ന് എനിക്ക് മെയിൻ ആയിട്ട് മനസ്സിലായത്. അപ്പം പിന്നെ ഫസ്റ്റ് ഹാഫിൽ നൂനോ മെൻഡസിന്റെ ഒരു ഷോട്ടും കൂടെ ഉണ്ടായി, ലൈക്ക് പോസ്റ്റിൽ കൊണ്ടുപോയത്. അതൊരു അതുകൊണ്ട് ചാൻസും കൂടെ ഉണ്ട്. അല്ലാണ്ട് വി വർ പ്രസ്സിങ്, ലൈക്ക് ഫ്രം ദ സ്റ്റാർട്ട് ഗെയിമിൽ നമ്മൾ കട്ട പ്രസ്സിങ് ആയിരുന്നു. കുറെ അറ്റംപ്റ്റ്സ് ഉണ്ടായി. പിന്നെ നോട്ടബിൾ തിങ് വാസ് ആ ട്രൊസാർഡിന്റെ ആ ക്രോസ്, ലൈക്ക് ഫസ്റ്റ് ഗോയിങ് ടു ദാറ്റ് ഫസ്റ്റ് ഗോൾ സിനാരിയോ നോക്കണം. ആ ബിൽഡപ്പ് തന്നെ ഒരു നല്ലൊരു ബിൽഡപ്പും ആയിരുന്നു. പെർഫെക്റ്റ് ക്രോസ് ആയിരുന്നു അത്. നമ്മുടെ ഫസ്റ്റ് ഗെയിം വൂൾസിനെതിരെ സാക്കയുടെ ഒരു ക്രോസ് ഉണ്ടായില്ലേ, അതെ. സിമിലർ ടു ദാറ്റ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന്. അപ്പം എന്താണ് ഹാവേർട്സിന്റെ ആ പൊസിഷനിങ്ങും നമ്മുടെ മാർട്ടിനെല്ലിയുടെ പെർഫോമൻസ്, നമ്മൾ ഫ്രണ്ട് ത്രീ വെച്ച് തുടങ്ങാം. ഹാവേർട്സ്, മാർട്ടിനെല്ലി, സാക്ക. എന്താണ് അവരുടെ പെർഫോമൻസിൽ ഇന്നലെ? വാട്ട് ഡു യു തിങ്ക്? സോ ഇപ്പോ ജസ്റ്റ് ഗോൾഡ് കാര്യം പറഞ്ഞപ്പോ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. സോ അതൊരു സ്ട്രൈക്കേഴ്സ് ഗോൾ ആയിട്ടാണ് ശരിക്കും ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ആയിട്ട് നമുക്ക് തോന്നുന്നത്. കാരണം ട്രൊസാർഡ് നല്ല രീതിയിൽ നല്ലൊരു ക്രോസ് ആയിരുന്നു അത് ചെയ്ത്. സോ അപ്പൊ ആ ഒരു ശരിക്കും ആ ക്രോസ് തന്നെ ഒരു ഇനീഷ്യൽ ഒരു ഡേഞ്ചർ തോന്നിയ വെച്ചാൽ ഡോണറുമയുടെ അപ്പം തന്നെ ഒരു അപ്രോച്ച് ഉണ്ടായിരുന്നു. സോ അപ്പൊ അത് ശരിക്കും ഒരു റിസ്ക് ആയിരുന്നു ഹാവേർട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി ഗോട്ട് ദ ബെറ്റർ ഓഫ് ഡോണറും. അതാണ് ഫസ്റ്റ് ആയിട്ട് തോന്നിയത്. സോ ഇറ്റ് വാസ് എ വെരി ഗുഡ് ക്ലീൻ ഹെഡർ. വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു ജസ്റ്റ് ഒരു പ്രോപ്പർ ടച്ച്, ഒരു കോണ്ടാക്ട് കിട്ടുമായിരുന്നെങ്കിൽ എന്തായാലും ഉറപ്പായിട്ടും ഗോൾ പോകേണ്ട ഒരു ഷോട്ട്, ഒരു ഷോട്ട് ആയിരുന്നു അത്. സോ അത് ഹാവേർട്സ് ആസ് എ പ്രോപ്പർ സ്ട്രൈക്കർ, ശരിക്കും ഒരു സ്ട്രൈക്കറുടെ ഒരു മൂവ്മെന്റ് എന്താണ് നമ്മൾ സ്ട്രൈക്കറിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്, അതേപോലെ സിമിലർ മൂവ്മെന്റ് ആണ് ഹാവേർട്സ് ശരിക്കും ആ ഗോളിൽ ഉണ്ടായിരുന്നത്. സോ അത് നേരത്തെ പറഞ്ഞല്ലോ, ബുൾസിന്റെ ഫസ്റ്റ് ഗെയിമിലുള്ള അതേ ഓൾമോസ്റ്റ് സിമിലർ ബട്ട് ഡിഫറെന്റ് സൈഡ് ഓഫ് ദ പിച്ച്, ബട്ട് സിമിലർ രീതിയിലുള്ള ഒരു ഗോൾ ഗോളായിരുന്നു. ആയിട്ടാണ് അത് തോന്നിയത്. സോ അത് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഹാബർട്സ് അതിനുശേഷം പിന്നെ നോർമൽ ഹാബർട്സിന്റെ ഹോൾഡ് അപ്പ് പ്ലേ, എസ്പെഷ്യലി ഗബ്രിയലുടെയും പിന്നെ റായയുടെ ഒക്കെ ഷോട്ട്സ്, ലോങ് ഷോട്ട്സ് വരുമ്പോൾ അവരെ ഫസ്റ്റ് എയിം ചെയ്യുന്ന ഹാബിറ്റ്സിന് വേണ്ടിയാണ്. കാരണം ആ പുള്ളിയാണ് ആ ഹോൾഡ്
കൊണ്ടുവരുന്നത്. ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് ശരിക്കും ഹാവർട്സ് ആണ്. അത് പ്രോപ്പറായിട്ട് പുള്ളി ബാക്കി കളികൾ പുള്ളി ഹാബിറ്റ്സ് പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സാക്ക ആസ് യൂഷ്വൽ, ഇനി സാക്കയെ പറ്റി ഇനി എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. സാക്ക എവറി ഗെയിം ഹീസ് പുള്ളിയുടെ ചെയ്യുന്നുണ്ട്. ഈ സെക്കൻഡ് ഗോള് ശരിക്കും വളരെ 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 ശരിക്കും അതെനിക്ക് തോന്നുന്നു ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ അവർ പ്രാക്ടീസ് ചെയ്ത ടെക്നിക്കലാണെന്ന് തോന്നുന്നു. കാരണം ഒരാളുടെ മുമ്പിൽ പക്ഷേ ഇതുപോലത്തെ ഫ്രീ കിക്സ് ആകുമ്പോൾ എവിടെയെങ്കിലും ഒരാളുടെ ഒരു കോൺടാക്ട് വരുന്നതാണ്. പക്ഷെ ഒരു കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. അതാണ് ആദ്യം വിചാരിച്ച് ഓഫ് സൈഡ് ആയിരിക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് നോ ഇഷ്യൂസ് ഫ്രം ദാറ്റ് സൈഡ്. സോ അതൊരു പ്രോപ്പർ നല്ലൊരു ക്ലെവർ ഫ്രീ കിക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മാർട്ടിനലി നോക്കുവാണെങ്കിൽ ഓക്കെ, കമ്പയർഡ് ടു ദ ലാസ്റ്റ് ഗെയിം അഗൈൻസ്റ്റ് ലെസ്റ്റർ കുറച്ചുകൂടി ഒരു നമ്മൾ ഇനീഷ്യൽ ഫസ്റ്റ് 3 ഗെയിംസ് കണ്ടു ഓൾമോസ്റ്റ് അതിനേക്കാൾ കുറച്ചും ബെറ്റർ ആയിരുന്നു. ബട്ട് നോട്ട് അപ് ടു ദ പെർഫോമൻസ് അഗൈൻസ്റ്റ് ലെസ്റ്റർ. അതാണ്. അപ്പോ ബട്ട് സ്റ്റിൽ ബട്ട് ദേർ സം ബ്രൈറ്റ് സ്പാർക്സ് ഇൻ മാർട്ടിനലി. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതാണ്, മാർട്ടിനലി വാസ് ആക്ച്വലി ഫേസിങ് ഹക്കീമി. സോ ഹക്കീമി എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഹീസ് ആക്ച്വലി ദ ബെസ്റ്റ് റൈറ്റ് ബാക്ക് ഇൻ ദ വേൾഡ്. സോ അപ്പൊ അതുപോലത്തെ ഒരു ഡിഫൻഡറെ ഫേസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി എന്തായാലും കുറച്ചുകൂടി ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ കുറച്ച് പാടായിരിക്കും. ബട്ട് he did some good performance, but not up to the performance that he did against Leicester. But overall, front three ഒരു പെർഫോമൻസ് ഐ എം ആക്ച്വലി വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പെർഫോമൻസ്. അതാണ് ഒരു ഇനീഷ്യൽ ടേക്ക് ആയിട്ട് പറയാൻ. അതെ, ലൈക്ക് ഇപ്പൊ ഇന്നലെ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ മാർട്ടിനേക്കിൽ ഒരു ചാൻസ് ഉണ്ടായി. ഈവൺ ഇഫ് ഹി മിസ്ഡ് ഇറ്റ്, ലൈക്ക് 2 ചാൻസ് കിഡ്ലൻ ചാൻസ് ഉണ്ടായി. ദർ വാസ് ഒരു വോളി അറ്റംപ്റ്റ് ഉണ്ടായി സെക്കൻഡ് ഹാഫിൽ ഹാവേർട്സിന്റെ. ആ ഒരു വൺ ടച്ച് സിനാരിയോ ഉണ്ടായി, സാക്ക ടു ഹാവേർട്സ് ജസ്റ്റ് ഒരു ലൂപ്പ് ബോൾ ടു മാർട്ടിനെല്ലി, ഒരു വോളി അറ്റംപ്റ്റ്. അതൊരു കിഡ്ലൻ ചാൻസ് ആയിരുന്നു. മാർട്ടിനെല്ലി ഡിഡ് ഇറ്റ് ബെറ്റർ. അപ്പൊ സോ അവിടെയാണ് എനിക്ക് മെയിൻ ആയിട്ട് വന്നത്. സോ റീസെന്റ് നമ്മളിപ്പോ കാരബാവോ കപ്പ് ആണെങ്കിലും ലെസ്റ്റർ ആണെങ്കിലും കാണുമ്പോൾ there is a upward scale to Martinelli's performance, not up to the level, but he's getting back to his old Martinelli എന്ന് നമുക്ക് പറയാം. ബട്ട് ഡു യു തിങ്ക് അത് കാലഫിയോറി ആ ഒരു നമ്മുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ വന്നതിന്റെ ഇമ്പാക്റ്റ് ആണോ? സോ ഇഫ് ദാറ്റ് ഈസ് വൺ ഓഫ് ദ പോയിന്റ്, മെറീനോ നമ്മുടെ മിഡ്ഫീൽഡിൽ വരുമ്പോഴത്തേക്കും വിൽ ഇറ്റ് ഹെൽപ്പ് മാർട്ടിനെല്ലി? അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പം വാട്ട് ഡു യു തിങ്ക്, എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത്? സോ അങ്ങനെ മാർട്ടിനൽ നമുക്കൊരു കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ 2022-23 സീസണാണ് ശരിക്കും മാർട്ടിനലിയുടെ ഒരു ഫുൾ പ്രോപ്പർ പെർഫോമൻസിലുള്ള സീസൺ കാണുന്നത്. അറൌണ്ട് 15 ഗോൾസ് എന്ന ലീഗ് എന്ന ആ ഒരു സീസൺ പുള്ളിക്കാരനുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് സീസൺ ആയപ്പോൾ അത് കുറച്ച് ഡൗൺ ആയിട്ട് കയറി വന്നു. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ലെഫ്റ്റ് സൈഡിൽ പുള്ളിക്ക് അതേപോലെ സപ്പോർട്ട് കിട്ടാനോ അതോ എന്തോ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണോ അതോ പ്രോപ്പർ സപ്പോർട്ട് കിട്ടാത്തതിന്റെ എന്തോ ഒരു ഇഫക്റ്റ് ശരിക്കും പുള്ളിയുടെ പെർഫോമൻസിൽ കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. പക്ഷെ നേരെ മറിച്ച് സാക്കയ്ക്ക് ആ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. കാരണം ഓൾറെഡി ഒരു സെറ്റിൽഡ് ആയുള്ള ഒരു കോമ്പിനേഷൻ ആണ് വൈറ്റ്, ഒഡെഗാർഡ് ആൻഡ് സാക്ക. അപ്പോ മാർട്ടിനെല്ലി വെച്ച് നോക്കുമ്പോൾ യൂഷ്വലി ഷാക്ക ആൻഡ് മാർട്ടിനെല്ലി ആയിരുന്നു. സിൻചെങ്കോന് അതുപോലത്തെ ഒരു ശരിക്കും സിൻചെങ്കും വൈറ്റ് ആ സമയത്ത് ഡിഫറെന്റ് പ്ലേയേഴ്സ് ആയിരുന്നു. സിൻചെങ്കോ വുഡ് ബി മോസ്റ്റ്ലി സപ്പോർട്ടിങ് പാർട്ട് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. ബെൻ വൈറ്റ് ഇസ് ദ വൺ ഹൂസ് ഡൂയിങ് ദ ഓവർലാപ്പിംഗ് റൺസ്. അപ്പോ ആകെ ഷാക്ക മാത്രമായിരുന്നു ശരിക്കും മാർട്ടിനെല്ലി സപ്പോർട്ട് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ സീസൺ നോക്കുമ്പോൾ ശരിക്കും ഇപ്പൊ കാലഫിയോറി ആ ഒരു പൊസിഷനിലോട്ട് കയറി വരുന്നുണ്ട്. അതാണ് കാരണം റൈസ് ആൻഡ് പാർട്ട് ഒരു ഡബിൾ ബേസ് പോലെ കളിക്കുകയാണ്. സോ കാലഫിയോറി ഈസ് ഹാവിംഗ് മോർ ഫ്രീഡം ടു റോം ഇൻ ടു ദ ഫ്രീയർ ഏരിയാസ്. അപ്പൊ അതെനിക്ക് തോന്നുന്ന ഒരു ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കാം. കാരണം റൈസിനും ശരിക്കും ആ ഒരു ഡ്രോബാക്ക് ആണെന്ന് തോന്നുന്നു. കാരണം ഷാക്ക് കളിക്കുന്ന പോലെ റൈസിന് എന്തായാലും കളിക്കാൻ പാടായിരിക്കും. ബട്ട് ഹീസ് ആക്ച്വലി ഏബിൾ ടു ക്യാരി ദ ബോൾ ബെറ്റർ. പിന്നെ ബേസ്റ്റിംഗ് റൺസ് ഹി ഹാസ് മോർ പേസ് ദൻ ഷാക്ക. അതാണ് ഒരു കമ്പാരിസൺ ആയിട്ട് തോന്നിയത്. ഇപ്പോ കമ്മിങ് ബാക്ക് ഇനിയിപ്പോ മെറീനോ കൂടി വരുമ്പോൾ ഓക്കെ ഡൈനാമിക് ക്യാൻ ചേഞ്ച്. മെറീനോ ഇസ് ആക്ച്വലി ശരിക്കും ഷാക്ക റോളിനേക്കാൾ പറയുന്നതിനേക്കാൾ നല്ലത് ശരിക്കും മെറീനോ ഇസ് ആക്ച്വലി ആപ്റ്റ് പ്ലെയർ ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് എ റോൾ. എന്താണ് ആർട്ടയുടെ ശരിക്കും ലെഫ്റ്റ് സൈഡ് സെൻട്രൽ മിഡ്ഫീൽഡർ എന്ന് ഉദ്ദേശിക്കുന്നത്, അത് മെറീനോ പോലൊരു ടൈപ്പ് പ്ലെയർ ആണ്. എസ്പെഷ്യലി മെറീനോ സ്പാനിഷ് മിഡ്ഫീൽഡർ ആണ്. സ്പാനിഷ് മിഡ്ഫീൽഡേഴ്സ് അറിയാലോ. സോ ദേ ആർ ആക്ച്വലി അവരുടെ കുട്ടിക്കാലം തൊട്ട് അവർക്ക് അവർ നോളജ് കൊടുക്കുകയാണ് എങ്ങനെ കളിക്കണം. അവർക്ക് ആദ്യം ചെയ്യാൻ എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അവർ ആദ്യം പഠിപ്പിക്കുന്നത് എല്ലാം പൊസിഷൻസ് കളിപ്പിക്കാനാണ് ആദ്യം സ്പാനിഷ് പ്ലേയേഴ്സ് പഠിപ്പിക്കുന്നത്. അതിനുശേഷമാണ് ഒരു സ്പെഷ്യലൈസ് പൊസിഷൻ അവരോട് കയറി വരുന്നത്. സോ ഓവറോൾ ആസ്പെക്ടിൽ മെറീനോ ഇസ് ഗോയിങ് ടു ബി എ മച്ച് ബെറ്റർ ഹാസ് ഗോയിങ് ടു ഹാവ് മച്ച് ബെറ്റർ ഇമ്പാക്ട് ദൻ ഷാക്ക.
അതാണ്. സോ ഐ ഡോണ്ട് ആ ഒരു ജാക്കയുടെ ഫൈനൽ സീസണിൽ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഒരു സിമിലർ പെർഫോമൻസ് ആണ് ഞാൻ ശരിക്കും മെറീനോയുടെ സൈഡിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഇനീഷ്യൽ സീസൺ ആണെങ്കിലും. ബിക്കോസ് ഹീസ് ആക്ച്വലി മോർ സെറ്റിൽഡ് ഇൻ ടു ദാറ്റ് റോൾ. അതെ സോ ഒബ്വിയസ്ലി അപ്പൊ ആ ഒരു മൾട്ടിപ്ലൈങ് ഇഫക്ട് എന്തായാലും മാർട്ടിനലിക്ക് വരുമെന്നാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. യെസ്, അതെ ബട്ട് ഓവറോൾ റൈറ്റ് നോ ഈസ് ആക്ച്വലി ഡൂയിങ് ഗുഡ് ബട്ട് നോട്ട് അപ് ടു ദ ലെവൽസ് ദാറ്റ് വി നോ ദാറ്റ് ഹി ക്യാൻ റീച്ച്. അതാണ്. സോ ദർ അതെ ഗോയിങ് ടു ബി എ എഫക്ട് ഓൺ ദാറ്റ്. അപ്പൊ നമ്മളിപ്പോ മിഡ്ഫീൽഡിന്റെ കാര്യം പറഞ്ഞപ്പോ വാട്ട് ഐ ഫീൽ ഇസ് ഇപ്പൊ മെറീനോയും ഷാക്കയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഷാക്ക ഓൾവേസ് എപ്പോഴും ഒരു റസ്റ്റിനെസ് ഷാക്കയൊക്കെ ഉണ്ടായി ലൈക്ക് ചാലഞ്ചസ് ചെയ്യുമ്പോഴാണ് റസ്റ്റിനെസ് ഇൻ ദ സെൻസ് ഒരു എന്താ പറയാ അപ്രോച്ച് ചില സമയത്ത് അത് ഫൗള് കമ്മിറ്റഡ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പം അതാണ് എനിക്ക് ബേസിക്കലി ചില സമയത്ത് ഷാക്കയുടെ ഫീൽ ചെയ്തത് വിച്ച് ഇസ് കമ്പയർഡ് ടു നമ്മളിപ്പം പറയുവാണെങ്കിൽ മെറീനോ ഇന്നലത്തെ ആ 15 മിനിറ്റ്സ് ഫുള്ളി ജഡ്ജ് ചെയ്യാൻ പറ്റൂലെങ്കിലും ഒരു കൈൻഡ് ഓഫ് ലൈക്ക് സ്റ്റേബിൾ ആണ്. ഡുവൽസ് വിൻ ചെയ്യാനൊക്കെ കറക്റ്റ് പൊസിഷനിൽ എത്താനുള്ള ഒരു ഡുവൽസ് വിൻ ചെയ്യുമ്പോഴാണ് കറക്റ്റ് പൊസിഷനും കറക്റ്റ് ടൈമിങ്ങും ഇതുണ്ട്. സെയിം വിത്ത് റൈസ്. റൈസിന്റെ ഡുവൽസ് വിൻ ചെയ്യുന്ന ടൈമിങ്ങും പെർഫെക്റ്റ് ആണ്. ലൈക്ക് ഫൗൾസ് അവർ ജനറേറ്റ് ചെയ്യുന്നത് കുറവാണ് വെൻ ഹി വാസ് പ്ലേയിങ് ഇൻ 6. സോ ഇന്ന് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പൊ കറന്റ്ലി റൈസ് നമ്പർ 8 ആണല്ലോ കളിക്കുന്നത്. കറന്റ്ലി നമ്പർ 6 പാർട്ടയുടെ പെർഫോമൻസിൽ എന്താണ് തോന്നുന്നത്? പാർട്ടെ, റൈസ് ആൻഡ് ലെറ്റ്സ് സേ വിൽ ടേക്ക് മെറീനോ ആസ് വെൽ ഇൻ ദ മിഡ്ഫീൽഡ് ആൻഡ് ട്രൊസാർഡിലോട്ട് വരാം. ബട്ട് ദീസ് 3 പ്ലേയേഴ്സിനെ പറ്റി എന്താണ് ഇന്നലത്തെ പെർഫോമൻസ് കണ്ടിട്ട് ഡു യു തിങ്ക് പാർട്ടെ ഈസ് ലാക്കിംഗ് ലെഗ്സ് ലൈക്ക് 90 മിനിറ്റ്സ് കളിക്കാനുള്ള ആ ഒരു ഇത് കുറഞ്ഞു വന്നോ ഓർ ഈസി ഗെറ്റിംഗ് ബാക്ക് ടു ഹിസ് ഫുൾ സ്ട്രെങ്ത് എന്താണ് തോന്നിയത് ഇന്നലെ കണ്ടിട്ട്? എനിക്ക് പക്ഷെ ഇന്നലെ പാർട്ടിയുടെ പെർഫോമൻസ് ഇറ്റ് വാസ് ആക്ച്വലി വെരി ഗുഡ് പെർഫോമൻസ്. അതാണ് എനിക്ക് മനസ്സിലായില്ല എന്താണ് ശരിക്കും ഒരു ഓക്കെ ഒരു നമ്മൾ ഇപ്പോഴും ഒരു കമ്പാരിസൺ നോക്കുന്നത് 22-23 സീസണിലെ പാർട്ടിയുടെ പെർഫോമൻസ് ആണ്. ആ ഒരു സീസണിന്റെ പെർഫോമൻസ് നമ്മൾ ഇപ്പോഴും റോഡ്രി ആയിട്ടാണ് കമ്പയർ ചെയ്തിട്ടുള്ളത്. റോഡ്രി, പാർട്ടി, പിന്നെയാണ് അതെ ബാക്കിയുള്ള മിഡ്ഫീൽഡേഴ്സോട് കയറി വരുന്നത്. അതെ സോ പാർട്ടിക്ക് ഇപ്പോഴും ഒരു ക്വാളിറ്റി ഉണ്ട്. ബട്ട് ഒരു എന്തൊരു കാണുന്നുണ്ട് പുള്ളിയുടെ പെർഫോമൻസിൽ നിന്നോ എന്തൊക്കെയോ ഒരു ആ ഒരു പഴയ ലെവൽസിൽ എത്തിക്കാൻ ചെറിയ പുള്ളി ഒരു പാട് വിടുന്നുണ്ട്. മേ ബി പുള്ളിയുടെ ലെഗ്സ് അത് അനുവദിക്കാത്തതുകൊണ്ടായിരിക്കാം. ബട്ട് ഈസ് ആക്ച്വലി പുട്ടിങ് മോർ എഫേർട്ട്. നല്ല എഫേർട്ട് പുള്ളി ഇടുന്നുണ്ട്. അത് ഞാൻ ശരിക്കും വിസിബിൾ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട്. സോ യെസ്റ്റർഡേസ് പെർഫോമൻസ് വാസ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. അത്യാവശ്യം അതെ രണ്ടു മൂന്ന് ഇന്റർസെപ്ഷൻസ് പാർട്ടിയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിരുന്നു. അതാണ് ഒരു ഇന്റർസെപ്ഷൻ പ്രത്യേകിച്ച് ശരിക്കും നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്ന പോലെയുള്ള ഇന്റർസെപ്ഷൻ ആണ് ശരിക്കും അതെ ഒരു എനിക്കുണ്ടായത്. സ്ലൈഡിങ് ഇന്റർസെപ്ഷൻ ഉണ്ടായി ഒരെണ്ണം. അതെ, സ്ലൈഡിംഗ് ഇന്റർസെപ്ഷൻ. അത് ഞാൻ പെട്ടെന്ന് ചിലപ്പോൾ ഇനിയും ഒരു ടയർ വരുന്നു. കാരണം അതുപോലത്തെ എന്തെങ്കിലും ഒരു ടാക്കിൾസ് ചെയ്യുമ്പോഴാണ് ശരിക്കും പുള്ളിക്ക് സാധാരണ ഇഞ്ചറീസ് ഒക്കെ വരുന്നത്. ബട്ട് ആ ഒരു കുറച്ചുകൂടി കോൺഫിഡൻസോടെ പുള്ളിക്ക് കളിക്കാൻ പറ്റി പാർട്ടിക്ക് ഇന്നലത്തെ കളിയിൽ. പിന്നെ എനിക്ക് തോന്നുന്നു ഡെക്ലൻ റൈസിന്റെ ബെസ്റ്റ് പെർഫോമൻസ് സീസൺ ആയിരുന്നു ശരിക്കും ഇന്നലത്തെ മാച്ച്. അതെ കാരണം എനിക്ക് ഏത് പൊസിഷൻ നോക്കിയാണ് റൈസിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് അതെ വാസ് ആക്ച്വലി മോർ ഓൾ ഓവർ ദ പിച്ച്. അത് എനിക്ക് അതിന്റെ കൂടെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു. അതെ, അതെ. കാലിഫിയറി ആ, ഓൾസോ അവർ രണ്ടുപേരും. അതെ അതെ. അതെ. സോ കാലിഫറും അതേപോലെ ബട്ട് റൈസിനാണ് എനിക്ക് തോന്നിയതാണ്. എനിക്ക് കുറച്ചുകൂടി ചിലപ്പോൾ സഹായിച്ചത് മറ്റേ PSG-യുടെ മിഡ്ഫീൽഡിൽ അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിരുന്നു. വിറ്റീനിയ, നൂൻ, മറ്റേ ജോ നെവസ് ഒക്കെയാണ് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. അപ്പൊ ആ ഒരു ഫിസിക്കൽ ബാറ്റിൽ ശരിക്കും അവർക്ക് ഡെക്ലൻ റൈസിന് അതിൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഏരിയയിൽ ഡെക്ലൻ റൈസ് വാസ് ഏബിൾ ടു ഡോമിനേറ്റ് ദം സൂപ്പർബ്ലി. സോ ദീസ് ടു മിഡ്ഫീൽഡേഴ്സ് പുട്ട് എ വെരി ഗുഡ് പെർഫോമൻസ് എസ്പെഷ്യലി റൈസ്. പിന്നെ മെറീനോ, എനിക്കൊന്ന് മെറീനോ പ്ലേഡ് അറൌണ്ട് 20 മിനിറ്റ്സ് ആണ് കളിച്ചത്. ബട്ട് ഹി വാസ് ആക്ച്വലി കുറച്ച് പ്രോമിസ് നമുക്ക് എന്താണ് ഓക്കെ മെറീനോയുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. ചില ഫാൻസ് തോന്നുന്നുണ്ടാവും ഹി വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. ബട്ട് യു ഷുഡ് ലുക്ക് ഇൻ ടു ദിസ് ആസ്പെക്ട് ബിക്കോസ് എനിക്ക് തോന്നുന്നു ഹീസ് പ്ലേയിങ് ഫുട്ബോൾ ആഫ്റ്റർ 2 or 3 months. യൂറോസ് കഴിഞ്ഞിട്ട് വേൾഡ് ഇപ്പോഴാണ് ശരിക്കും പുള്ളി കളിച്ചിട്ടില്ല. പ്രോപ്പറായിട്ട് ഫുട്ബോൾ കളിക്കുന്നത്. അതെ സോ അപ്പൊ അതിന്റെ ഒരു റസ്റ്റിനെസ്സും പിന്നെ ഇഞ്ചുറി ആയിരുന്നു. അപ്പൊ ആ ട്രെയിനിങ് ഒരു പ്രോപ്പർ ഫുൾ ഫ്ലെഷ് ട്രെയിനിങ് ഇപ്പോഴേക്കും ശരിക്കും കിട്ടി തുടങ്ങണ്ടേ. അപ്പൊ അതിന്റെ എല്ലാം ആ ഒരു ആസ്പെക്ട് കൂടി മനസ്സിലാക്കുമ്പോൾ ഹി ഹാഡ് ഡീസന്റ് പെർഫോമൻസ് ആണ്. അതെ ബട്ട് ഒരു സ്നീക്ക് പീക്കാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് അല്ല എന്തൊക്കെ മെറീനോയുടെ തന്നെ എന്തൊക്കെ പെർഫോമൻസ് എക്സ്പെക്ട് ചെയ്യാന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നുണ്ട്. അതെ അത് സത്യം പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് മെറീനോനെ സത്യം പറഞ്ഞാൽ ഇന്നലത്തെ ആ പെർഫോമൻസ് വെച്ചിട്ട് അങ്ങനെ വിലയിരുത്താനും പറ്റില്ല, കുറ്റം പറയാനും അതെ, പറ്റില്ല. ഇറ്റ് ഈസ് എ പ്രോമിസിങ് സീൻസ് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതെ, യൂറോസ് കഴിഞ്ഞ് കളിച്ചിട്ടില്ല. നമ്മുടെ ടീമിൽ വന്നപ്പം ഇഞ്ചറി ആയി.
കമ്മിങ് ബാക്ക് ടു ഇഞ്ചറി 20 മിനിറ്റ്സ് ഫസ്റ്റ് ടൈം ആ ടീമായിട്ട് ഫസ്റ്റ് ടൈം ഒരു പിച്ചിൽ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു പ്രോപ്പർ ഗെയിമിൽ ദാറ്റ് ടു UCL ഹൈ പ്രൊഫൈൽ ഗെയിം. ആർസണൽ വേഴ്സസ് PSG. ലെസ്റ്റർ പോലെയല്ല, PSG ഒക്കെ പോലത്തെ ഒരു ടീമായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കളിക്കുമ്പോൾ ആ 20 മിനിറ്റ്സ് ദാറ്റ് വാസ് റിയലി എ ഗുഡ് പ്രോമിസിങ് പെർഫോമൻസ്. ഹോപ്പ്ഫുള്ളി അവിടെ നിന്ന് ബിൽഡ് ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരിക്കലും വി കനോട്ട് ലൈക്ക് ഡീഗ്രേഡ് ഇൻ എനി പെർഫോമൻസ്. ഇന്നലത്തെ ഡീഗ്രേഡ് പറയാനൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ശരി, ഡീഗ്രേഡ് ചെയ്യാൻ ഞാൻ പല ഗ്രൂപ്പ്സിലും കണ്ടതാണ് എന്തോ അതെ പിന്നെ പല ഫാൻസിന്റെ കമന്റ്. പക്ഷെ അതാണ് ഇതുപോലത്തെ ഒരു ഫാൻസ് ശരിക്കും അവര് ഒരു പെട്ടെന്ന് കാണുന്നതിന്റെ ഒരു റിയാക്ഷൻ മാത്രമേ ഉള്ളൂ. ബട്ട് അങ്ങനെയല്ല, നമ്മളൊരു പ്രോപ്പർ ഒരു പ്ലെയറിനെ പറ്റി കമന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ കുറച്ചൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. പുള്ളിയുടെ അതെ ഒരു എന്താണ് സിനാരോ, എന്താണ് കാര്യം മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരു ജഡ്ജ്മെന്റ് പറയാൻ. അതെ ബട്ട് ഇനീഷ്യലി എനിക്ക് തോന്നി he had a very decent performance. അതെ 20 മിനിറ്റ്സ് കഴിഞ്ഞും he had a decent performance. അത്യാവശ്യം 2-3 ഡുവൽസും പുള്ളി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ശരിക്കും അതെ ആർട്ടേറ്റ അതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഒരു ഡുവൽ വിന്നർ ആയിട്ടാണ് മെറീനോനെ പുള്ളി സൈൻ ചെയ്തിരിക്കുന്നത്. കാരണം അതെ യൂറോപ്പിലെ ലാസ്റ്റ് സീസണിൽ ടോപ്പ് 5 ലീഗ്സ് നോക്കുവാണെങ്കിൽ he was the highest midfielder. He was a midfielder who has the highest dual wins. അതെ സോ അത് വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ദാറ്റ് വി ആർ സീയിങ്. അതെ അതുപോലെ ഇപ്പം കഴിഞ്ഞ ഇപ്പൊ 2-3 കളികളായിട്ട് വി ആർ സീയിങ് ട്രൊസാർഡ് ഇൻ ദ മിഡ്ഫീൽഡിൽ ഇപ്പൊ സ്വിച്ച് നടക്കുന്നുണ്ട്. ലൈക്ക് ഹാവേർട്സ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഹാവേർട്സും ട്രൊസാർഡും തമ്മിൽ ഈ മിഡ്ഫീൽഡ് മറ്റേ പ്ലേ മേക്കിംഗ് ഏരിയയിൽ കിടന്ന് സ്വിച്ച് ചെയ്ത് കളിക്കുന്നുണ്ട്. ചില സമയത്ത് ട്രൊസാർഡ് റൺ ചെയ്യും, ചില സമയത്ത് ഹാവേർട്സ് റൺ ചെയ്യും. മോസ്റ്റ്ലി ഹാവേർട്സ് ആണ് റൺ ചെയ്യുന്നത്. ബട്ട് ട്രൊസാർഡ് ആസ് എ കൈൻഡ് ഓഫ് എ മിഡ്ഫീൽഡ് ഓർ എ നമ്പർ 8 അല്ല, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ട് എന്താണ് തോന്നുന്നത് കണ്ടിട്ട്? ലൈക്ക് എനിക്ക് തോന്നിയത് ഹീസ് മോർ അജൈൽ, ബോൾ കൺട്രോൾ ഉണ്ട്, എന്നാ പെട്ടെന്ന് ഡിസിഷൻ എടുത്തിട്ട് കറക്റ്റ് ഒരു ലോങ് പാസ് ആണെങ്കിലും ആൾക്കാരെ കണ്ടുപിടിച്ച് കറക്റ്റ് ഒരു പാസ് കൊടുക്കുന്നു. ത്രൂ ബോൾസ് ആണെന്നും പെട്ടെന്ന് കൊടുക്കുന്നുണ്ട്. വേർ ആൻഡ് കമ്പയർഡ് ടു ഹാവേർഡ്സ് നോക്കുമ്പോഴത്തേക്കും ഹീസ് ടേക്കിംഗ് ബിറ്റ് മോർ ടൈം ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് കൊടുക്കുന്ന പാസ്. അവിടെ ഒരു ടൈം ഡിലേ ഹാവേർട്സിന്റെ മിഡ്ഫീൽഡിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ അതാണ് ഞാൻ കണ്ട ഡിഫറൻസ്. അപ്പം സഞ്ജയ് ബ്രോ എന്താണ് തോന്നുന്നത് അതില്? അതാണ്. സോ ഹാവേർട്സിന് ശരിക്കും അത്യാവശ്യം ഒരു മൊബിലിറ്റി കുറവുള്ള പ്ലെയർ ആണ്. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇവിടെ ഹൈറ്റും കാരണം കൊണ്ടായിരിക്കാം അത്യാവശ്യം പേസ് ഇല്ല. ശരിക്കും പേസ് വളരെ കുറവാണ് ഹാവേർട്സിനുള്ളത്. ട്രൊസാർഡ് അങ്ങനെയല്ല. ട്രൊസാർഡിന് എനിക്ക് ലോ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അതെ അത്യാവശ്യം ഹൈറ്റ് കുറവായതുകൊണ്ട് ആ ഒരു സ്പീഡും പുള്ളിക്ക് പെട്ടെന്ന് അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ട്രൊസാർഡ് ശരിക്കും പുള്ളിയുടെ പെർഫോമൻസ് സൂപ്പർ പെർഫോമൻസ് എന്നേ പറയാറുള്ളൂ. അതെ പുള്ളി ഗോൾ അടിച്ചില്ല, ബട്ട് ഈ ഒരു പിൻ പോയിന്റ് ക്രോസ് ആണ് ഹാബിറ്റ്സിന് കൊടുത്തത് ഫസ്റ്റ് ഗോളിന് വേണ്ടി. അതെ സോ ട്രൊസാർഡ് ഇപ്പൊ നമ്മൾ ആദ്യം എപ്പോഴും പറയുന്ന ട്രൊസാർഡ് സൂപ്പർ സബ് എന്ന രീതിയിലാണ് ശരിക്കും നമ്മൾ അഡ്രസ് ചെയ്യുന്നത് പുള്ളിയെ. അതെ പുള്ളി ട്രൊസാർഡ് കളിക്കുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന മാച്ചസിൽ ആ ഒരു ഇമ്പാക്ട് മോസ്റ്റ് ഓഫ് ടൈംസ് വരുന്നില്ല. പക്ഷെ അതെ കഴിഞ്ഞ 2 മാച്ചസ് എസ്പെഷ്യലി ഇന്നലത്തെ മാച്ച് കൂടി നോക്കുമ്പോൾ വാട്ട് ആർ ഇമ്പാക്ട് ഹീസ് ഹാവിംഗ് വെൻ അതെ ഈ സ്റ്റാർട്ടിങ് ആസ് എ പ്ലെയർ. കുറച്ചൊരു ഒരു ഫ്രീയർ റോൾ ആണ് കിട്ടുന്നത്. ലെഫ്റ്റ് ഇവിടെ വിങ് ഇപ്പം കളിക്കുമ്പോൾ ഓക്കെ, ലെഫ്റ്റ് അപ്പം വിങ് കളിക്കുമ്പോൾ ആ പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ. ആ സോ ലെഫ്റ്റ് വിങ് കളിക്കുമ്പോൾ അത്യാവശ്യം കുറച്ച് ഡിഫൻസീവ് റെസ്പോൺസിബിലിറ്റിയും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. ഈ അതെ ഒരു സെൻട്രൽ അറ്റാക്കിംഗ് റോൾ എന്ന് പറയുമ്പോൾ ഡിഫൻസീവ് റെസ്പോൺസിബിലിറ്റി കുറവായിട്ട് തോന്നുന്നുണ്ട് ട്രൊസാർഡിന്. അപ്പൊ അതെ അതിന്റെ ശരിക്കും അതിന്റെ ഒരു ഇഫക്ട് ശരിക്കും ഇന്നലത്തെ പെർഫോമൻസ് കാണാൻ പറ്റും. കുറച്ച് ഭയങ്കര ഫ്രീ ആയിട്ട് കളിക്കുന്നു. അത്യാവശ്യം നല്ല പാസസ് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ പ്രൊവൈഡ് ദ അസിസ്റ്റ് ഫോർ ദ ഹാബർട്സ് ഗോൾ. സോ ഹീസ് ആക്ച്വലി എൻജോയിങ് ഹിസ് ഗെയിം. പ്ലേ റൈറ്റ് നൗ. അതെ ഹീസ് എൻജോയിങ് ഹിസ് ഗെയിം റൈറ്റ് നൗ. ഇവിടെ എനിക്ക് സത്യം പറഞ്ഞൊരു മേ ബി പ്രോമിസിങ് ഒരു ഹാപ്പി സിറ്റുവേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറക്റ്റ്ലി നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും ട്രൊസാർഡിന് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നൊരു വന്നു. പിന്നെ ട്രൊസാർഡ് സ്റ്റാർട്ട് ചെയ്താൽ മതി, മാർട്ടിൻ ലീസ് പൊസിഷൻ ഈസ് ഇൻ ഡേഞ്ചർ എന്നൊരു സിറ്റുവേഷനൊക്കെ നമ്മൾ ഒരു അൺഒഫീഷ്യൽ ഡിസ്കഷൻസ് ആണെങ്കിലും അങ്ങനെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ബട്ട് ആസ് ഓഫ് നൗ വിത്ത് ദിസ്, ഒരു സെക്കൻഡ്, നമ്മുടെ കൂടെ അരുൺ ജോയിൻ ചെയ്യുന്നുണ്ട്. ഫൈനലി ഈസ് ബാക്ക്. ഹായ് അരുൺ. Yeah, Sorry guys. Really sorry for the delay. അത് കാരണം yeah, കുറച്ച് ഇതിനിടയ്ക്ക് കുറച്ച് പണി വന്നു, അതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. yeah. യെസ് അപ്പൊ ഗൈസ്, ഐ വാസ് ടോക്കിംഗ് അബൌട്ട് എനിക്ക് ട്രൊസാർഡിന്റെ ഇമ്പാക്റ്റിൽ എനിക്ക് തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പം ചില ഗെയിംസിൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇഫ് വി നീഡ് ടു ടേക്ക് ഔട്ട് ഒഡേഗാർഡ് ടു ഗിവ് ഹിം റെസ്റ്റ്, ആ റോള് ട്രൊസാർഡിനെ നമുക്ക് ഇൻപുട്ട് ചെയ്യാം. സോ അവിടെ ഒഡേഗാർഡിനൊരു
ലെറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബാക്കപ്പ് പോലെ നമുക്ക് ഒരു ഫ്രീ റോൾ ട്രൊസാർഡിന് കൊടുക്കാം. ലെറ്റ്സ് ഇപ്പൊ മാർട്ടിനെല്ലി പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ മാർട്ടിനെല്ലിയുടെ പൊസിഷനിൽ ട്രൊസാർഡിനെ ഇറക്കാം. സോ ഒരു എന്താ ഡൈനാമിക് ആയിട്ട് ഏത് പൊസിഷനിൽ ഇങ്ങനെ കളിക്കാൻ പറ്റും എന്നൊരു ഇത് കൊടുക്കുമ്പം മാർട്ടിനെല്ലി വിൽ അൾട്ടിമേറ്റ്ലി ഗെറ്റ് എ കോൺഫിഡൻസ് ദാറ്റ് ഹീ ക്യാൻ കീപ് ദ പ്ലേസ്. അവന് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു ഇത് കിട്ടുമെന്ന് പറയുമ്പം ദാറ്റ് ഇസ് കൈൻഡ് ഓഫ് വാട്ട് ഐ ഫെൽറ്റ്. അത് ഗുഡ് ആയിട്ട് തോന്നുന്നുണ്ട്. യാ സോ എനി വിച്ച് വേസ് നമ്മുടെ കൂടെ ഇപ്പൊ അരുൺ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ അരുൺ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇന്നലെ വാച്ച് അലോങ് കഴിഞ്ഞിട്ട് ഇന്നലെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറെ പേര് നമ്മുടെ കൂടെ കമന്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്നത്. സോ ആ ഒരു മൊമെന്റ് കഴിഞ്ഞിട്ട് വൺസ് വി ഹാവ് സെറ്റിൽഡ് ഡൗൺ ആഫ്റ്റർ ദ ഗെയിം, എന്താണ് ജനറൽ ഒരു ഐഡിയ? നമ്മുടെ മിഡ്ഫീൽഡിനെ പറ്റിയാ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ. സോ ലെറ്റ്സ് സേ വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് ട്രൊസാർഡ് ഇൻ ദ മിഡ്ഫീൽഡ്? എന്ത് തോന്നുന്നു നിനക്ക് അതിന്ന്? ഇപ്പൊ ഇന്നലെ നമ്മൾ ഇന്നലെ കണ്ട ഒരു വൈബ് ഡിഫറെന്റ് ആയിരുന്നു കുറച്ചുകൂടെ. കാരണം വാച്ചലോങ് ആയിരുന്നു കണ്ടത്. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു മൊത്തത്തില്. ഒരു കമ്മ്യൂണിറ്റി വാച്ച് വെക്കുമ്പോഴേക്കും നമ്മൾ വീട്ടിലിരുന്ന് വെറുതെ കാണുന്ന പോലെ അല്ല, ഭയങ്കര എക്സൈറ്റ്മെന്റ് കൂടും. അപ്പം നമുക്ക് എല്ലാ ഓരോ മൊമെന്റും ഭയങ്കര ചെറിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു. പക്ഷെ ഇന്നൊരു ദിവസം കഴിഞ്ഞ് ഒന്ന് സെറ്റിൽ ഡൗൺ ആയിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തപ്പോ എനിക്ക് തോന്നിയത് ഒരു സത്യം പറഞ്ഞ ഒരു ഈ പറഞ്ഞ പോലെ രണ്ട് ഹാഫിൽ രണ്ട് രീതിയിൽ നമ്മൾ ഇപ്പൊ ത്രൂ ഔട്ട് കണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ആർട്ടറ്റ സ്വയമായിട്ടൊരു ഐഡന്റിറ്റി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത്ര നാൾ നമ്മൾ പറയുന്നുണ്ടായിരുന്നു പെപ്പിന്റെ ഒരു പെപ്പ് ഗോർഡിയോളയുടെ സ്റ്റൈൽ കോപ്പി ചെയ്യുന്നത്. പക്ഷെ എനിക്ക് തോന്നി ആർട്ടറ്റ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, അതായത് അഡാപ്റ്റബിൾ ആയിട്ടുള്ള ഏതൊരു സിറ്റുവേഷനെയും ഇൻ ഗെയിമിൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പ്ലേയേഴ്സ് ആണ് ഇപ്പൊ നമുക്ക് മൊത്തത്തിൽ ഉള്ളത്. ഏത് പൊസിഷനിലോട്ടും എപ്പോ ത്രോയിൻ ചെയ്താലും അവർക്ക് അവിടെ വെച്ച ഒരു ജസ്റ്റ് ചെറിയൊരു ഇൻ ഗെയിം മാനേജ്മെന്റ് മാത്രം കൊണ്ട് അവർക്ക് കളി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേയേഴ്സും ടൈപ്പ് ഓഫ് ടാക്ടിക്സും ആണ് ഇപ്പൊ നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത്. ഇന്നലത്തെ നമ്മൾ കണ്ടു എത്ര പെട്ടെന്ന് ഫസ്റ്റ് ഹാഫിൽ അത്രയും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് കളിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മളൊരു നല്ലൊരു ഡിഫൻസീവ് ഷേപ്പും നമ്മുടെ ലൂയിസ് എൻട്രിക്കും പറഞ്ഞ പോലെ യൂറോപ്പിലെ ഓഫ് ദ ബോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞ ആർസനൽ നമുക്ക് കാണുമ്പോൾ ലിറ്ററലി നമുക്ക് കാണാൻ പറ്റും. നമ്മള് ഒരു അറ്റാക്ക് കഴിഞ്ഞ നെക്സ്റ്റ് മൊമെന്റ് അവരുടെ ബോൾ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എന്താ പറയാ ഒരു യൂണിറ്റി ഉണ്ട്. പെട്ടെന്ന് ഒരു ഷേപ്പിലോട്ട് എത്തുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് ഭയങ്കര രസമാണ് കാണുമ്പോൾ. നമുക്ക് എന്തൊരു ട്രെയിൻഡ് ആയിട്ടുള്ള എന്തൊരു കോച്ച് വെൽ കോച്ച്ഡ് ടീമാണ് നമുക്ക് തോന്നിപ്പോകും. യുണൈറ്റഡിന്റെയും പല ടീമുകളുടെ ഇഷ്യൂസ് പറയുമ്പോഴൊക്കെ നമുക്ക് തോന്നിയിട്ടുള്ള അവർ കോച്ചിങ് ഇല്ല, അതില്ല. ഈവൻ പോസ്റ്റക്കോഗ്ലുവിന്റെ പേഴ്സണെ കുറിച്ച് പറഞ്ഞാലും കോച്ചിങ് ഉള്ള ടീമാണെങ്കിൽ പോലും ബട്ട് ദേ ആർ ഔട്ട് ഓഫ് ബോൾ എങ്ങനെ അവർക്ക് കൺട്രോൾ ചെയ്യുന്ന അറിയില്ല. പക്ഷെ ഈ സീസണിൽ നമ്മൾ അറ്റാക്കിംഗ് ഡിഫൻസും ബാലൻസ് ചെയ്ത് കളിച്ചു തുടങ്ങി. അതായത് 2000 ഫസ്റ്റ് ടൈറ്റിൽ ചാലഞ്ചിൽ നമ്മൾ പ്രോപ്പർ അറ്റാക്ക് ആയെന്ന് തോന്നിയെങ്കിൽ സെക്കൻഡിൽ പ്രോപ്പർ ഡിഫൻസ് ആണെന്ന് തോന്നുന്നെങ്കിൽ ഈ സീസൺ അതൊരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെന്നാണ് എനിക്ക് ഇത്ര നേരെ കണ്ടതിൽ തോന്നുന്നു. സോ ആർട്ടറ്റ എന്ന് പറഞ്ഞ ആ ഒരു കോച്ച് ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എലീറ്റ് മാനേജർ എന്നുള്ള ഒരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. 1-2 ട്രോഫിയുടെ ഒരു വ്യത്യാസം. ജസ്റ്റ് 1 പ്രീമിയർ ലീഗ് എന്ന് പറഞ്ഞാൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഹീസ് എലീറ്റ് മാനേജർ. നമുക്കറിയാം ഹീസ് എൻ എലീറ്റ് കോച്ച്, ബട്ട് ആസ് എ മാനേജർ പുള്ളി ഒരു കപ്പ് ജയിക്കണം. അതെ, നീ പറഞ്ഞ പോലെ ഇപ്പം 2 സീസണിന്റെ നമ്മുടെ ഗെയിം സ്റ്റൈല് മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റൈലായിട്ടാണ് ഇപ്പം നീ പറഞ്ഞത്. സോ വാട്ട് ഐ ഫെൽറ്റ് ഇസ് നമ്മൾ ഇൻ ഗെയിമിൽ തന്നെ വി ആർ ഫൈൻഡിങ് ഡിഫറെന്റ് സ്റ്റൈൽസ്. ലെറ്റ്സ് സേ ഫോർവേഡ് പ്രസിംഗ് ഒരു സ്റ്റൈൽ, കൈൻഡ് ഓഫ് ലൈക്ക് സിറ്റിയുടെ ഒരു സ്റ്റൈൽ, പെപ് ഗാർഡിയോള സ്റ്റൈൽ. ചില സമയത്ത് അതേ ഗെയിമിൽ തന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും മൊറീനിയോ സ്റ്റൈൽ വരും. ഡിഫെൻസീവ്ലി നമ്മൾ ഇത് ചെയ്യുമ്പം ചില സമയത്ത് നോക്കുമ്പോഴത്തേക്കും കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം സ്റ്റൈൽ നമ്മൾ ലൈക്ക് ആൻഡ് പോസ്റ്റക്കോഗ്ലൂടെ ഒരു ഹൈലൈൻ ചില സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പം പല കോച്ചസ് അവരുടെ ടീമിൽ ഫുള്ളി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചില സാധനങ്ങൾ ഇൻ ഗെയിം ഇൻ 190 minutes ഓഫ് എ ഗെയിം നമ്മൾ പല സ്റ്റേജസിൽ അത് കണ്ടിട്ടുണ്ട്. സോ അത് ഈസ് ഇറ്റ് ബിക്കോസ് ആർ ഡിഫെൻസീവ് ലൈൻ ഇസ് ദാറ്റ് സ്ട്രോങ്, നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഫ്ലെക്സിബിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന അതാണോ, അത് കാരണമാണോ, ഓർ ഈസ് ഇറ്റ് പ്യുവർ ജീനിയസ് ടാക്ടിക്സ് ബൈ ആർട്ടറ്റ? എന്താണ് സഞ്ജയ് ബ്രോ അതിനെ പറ്റി പറയാൻ പറ്റില്ല? ലൈക്ക് ഈസ് ഇറ്റ് ഓൺലി ബിക്കോസ് ഓഫ് ആർ ഡിഫൻസിൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ഉള്ളത് കൊണ്ടാണോ, ഓർ ആർട്ടറ്റയുടെ ആ ഒരു ടാക്ടിക്കൽ
ഡെപ്തിൽ പോയപ്പം ആ പ്ലേയേഴ്സ് അത്ര സ്ട്രോങ് ആയതാണോ? എന്താണ് അങ്ങനെ പറയാനുള്ളത് അതിനെപ്പറ്റി? സോ ഇതിൽ ബേസിക്കലി ആർട്ടേറ്റയുടെ ഒരു വേ ഓഫ് തിങ്കിങ് തന്നെയാണ് അതിൽ മെയിൻ ആയിട്ട് പറയേണ്ടത്. കാരണം ഡിഫൻസീവ് സോളിഡിറ്റി ആർട്ടേറ്റ ശരിക്കും നല്ല ഫോക്കസ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു ആർട്ടേറ്റ ഏകദേശം 12 ഡിഫൻഡേഴ്സോളം മേടിച്ചിട്ടുണ്ട് പുള്ളിയുടെ ഫസ്റ്റ് സൈനിങ് തൊട്ട് ഇപ്പോഴത്തെ ഈ സീസൺ വരെ. ഓൾമോസ്റ്റ് 12 ഡിഫൻഡേഴ്സിനെ ആണെന്ന് തോന്നുന്നു. എക്സാക്ട് ഫിഗർ അതാണെന്ന് തോന്നുന്നു, എനിക്ക് ചിലപ്പോൾ മാറ്റം ഉണ്ടാവും. ബട്ട് മോർ ദൻ 10 ഡിഫൻഡേഴ്സ് അപ്പൊ അതിന്റെ ഒരു ആവറേജ് നോക്കുമ്പോൾ എവറി സീസൺ ഒരു രണ്ട് ഡിഫൻഡേഴ്സിനെ മേടിക്കുന്നുണ്ട്. അപ്പോ ഡിഫൻസിൽ ആർട്ടേറ്റ നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അതിന്റെ അർത്ഥം. സോ നമ്മൾ ഇപ്പോഴത്തെ ഡിഫൻസ് നോക്കുവാണെങ്കിൽ എല്ലാം ആർട്ടേറ്റ സൈൻ ചെയ്ത പ്ലേയേഴ്സ് ആണ്. സലീബ ടെക്നിക്കലി വാസ് സൈൻഡ് ഡ്യൂറിങ് എമറീസ് ടൈം, ബട്ട് സലീബ എല്ലാം ആസ്റ്ററോട് കളിപ്പിക്കാൻ തുടങ്ങിയാൽ ആർട്ടേറ്റയാണ്. സോ ഡിഫൻസ് മൊത്തം ആർട്ടേറ്റ സൈൻ ചെയ്ത പ്ലേയേഴ്സ് ആണ്. ആകെ ഉള്ളത് മൊത്തം ഇപ്പൊ മിഡ്ഫീൽഡ് ഇപ്പോ കംപ്ലീറ്റ്ലി ആർട്ടേറ്റ മിഡ്ഫീൽഡായിട്ട് കയറി വന്നു. ജാക്ക് പോയപ്പോൾ കംപ്ലീറ്റ്ലി ആർട്ടേറ്റയുടെ മിഡ്ഫീൽഡായി. ഫോർവേഡ് സാക്ക യൂത്ത് പ്രൊഡക്റ്റ് ആണ്, ബാക്കിയെല്ലാം ആർട്ടേറ്റ സൈൻ ചെയ്ത പ്ലേയേഴ്സ് ആണ്. സോ ഇപ്പോഴാണ് കഴിഞ്ഞ സീസൺ തൊട്ടാണ് ശരിക്കും ഒരു പ്രോപ്പർ മിക്കേൽ ആർട്ടേറ്റ ടീം ശരിക്കും നമ്മൾ കണ്ടു തുടങ്ങുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാന ഭാഗം അതിന്റെ പ്രൈമറി ആസ്പെക്ട് എന്ന് പറയുന്നത് ഡിഫൻസ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എത്ര ഡിഫൻഡേഴ്സ് നമുക്ക് തന്നെ അറിയാം, എല്ലാം എന്തുകൊണ്ട് ഡിഫൻഡേഴ്സിനെ മേടിക്കുന്ന കംപ്ലൈന്റ് നമുക്ക് ഇനീഷ്യലി ഉണ്ടാവും. ബട്ട് പുള്ളിയുടെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ എങ്ങനെയാണ് ഇപ്പോ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2022-23 കണ്ട കളി ആയിരുന്നില്ല നമ്മൾ കഴിഞ്ഞ സീസൺ കണ്ടത്. അത്യാവശ്യം എല്ലാ ആസ്പെക്ട് നോക്കുന്നുണ്ട് ഡിഫൻസും. ഒരു മൊറീനോ സ്റ്റൈൽ എടുത്ത് നമുക്ക് ബെസ്റ്റ് പാർക്കിംഗ് എന്ന് പറയും, പാർക്കിംഗ് ദ ബസ്, അത് മൊറീനോയുടെ ഒരു ടാക്ടിക്സ് ആണ്. പിന്നെ ഫ്രീ ഫ്ലോ ഫുട്ബോൾ, അത് ശരിക്കും ഗോഡിയോളയുടെ ടാക്ടിക്സ് ആണ്. പിന്നെ പ്രസിംഗ് എന്ന് അത്യാവശ്യം നമ്മൾ ശരിക്കും ഞാനൊക്കെ കണ്ടു തുടങ്ങിയ യേർഗൻ ക്ലോപ്പിന്റെ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ, ഗഗൻ പ്രസിംഗ് എന്ന് പറയും. കാരണം ബോൾ ലൂസ് ചെയ്യണം, അപ്പൊ തന്നെ മാക്സിമം വിത്തിൻ 10 സെക്കൻഡ്സ് തന്നെ ബോൾ റീറ്റെയിൻ ചെയ്യാൻ നോക്കുക. സോ ആർട്ടേറ്റ ഇതൊക്കെ എല്ലാം കാണുന്നുണ്ട്. സോ ഓൾമോസ്റ്റ് ഒരു 3-4 ഇയേഴ്സ് പെപ്പിന്റെ അടിയിലാണ്. സോ ആ ഒരു സമയത്ത് മാൻ സിറ്റിയുടെ ബിഗസ്റ്റ് റൈവൽ ആയിരുന്നു ലിവർപൂൾ. സോ അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി ഇൻകൾക്കേറ്റ് ചെയ്യുന്നുണ്ടോ. പിന്നെ മൊറീനോയുടെ സൈഡിൽ നിന്ന് കുറച്ച് ഇൻകൾക്കേറ്റ്. സോ ഈസ് ആക്ച്വലി ട്രൈങ് ടു മിക്സ് എവറിത്തിങ് ആൻഡ് ദെൻ പുട്ടിങ് ഹിസ് എൻഡ് പ്രൊഡക്റ്റ് ഇൻ ടു ഇറ്റ്. അത് ആർട്ടേറ്റയുടെ ഒരു സിഗ്നേച്ചർ ആയിട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. സോ ഇപ്പൊ ഡിഫൻസ് ഓൾറെഡി ഒരു പ്രൈമറി ആസ്പെക്ട് ആണ്. സോ അത് നോക്കിയിട്ടാണ് പുള്ളി ഓരോ പ്ലേയേഴ്സും റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. സോ കഴിഞ്ഞ സീസൺ ടിംബറിനെ മേടിച്ചു. ടിംബർ വാസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ലെഫ്റ്റ് സൈഡ് ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള ഒരു പ്രോഗ്നോസിസ് ആയിരിക്കും ചിലപ്പോൾ പുള്ളിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ ഹി ഗോട്ട് ഇൻജർഡ് ഇൻ ദ സ്റ്റാർട്ട് ഓഫ് ദ സീസൺ. പിന്നെ പല എക്സ്പീരിയൻസ് ലെഫ്റ്റ് സൈഡ് നോക്കി. ദെൻ ഹി ബ്രോട്ട് കാലഫിയോറി ഒരു ഹൈബ്രിഡ് ഡിഫൻഡർ ആയിട്ട് വരാനാണ് ചാൻസ് കൂടുതൽ. സെന്റർ ബാക്ക് ആയിട്ട് വേണമെങ്കിൽ കളിക്കാം, ലെഫ്റ്റ് സൈഡ് ആയിട്ട് വേണമെങ്കിൽ കളിക്കാം. സോ പല രീതിയിൽ നമുക്ക് ഇപ്പോഴും പഠിക്കാൻ പറ്റില്ല. സോ ഏത് രീതിയിലാണ് പുള്ളി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുക, നമുക്ക് ഇപ്പോൾ ശരിക്കും പ്രൊഡിക്ഷൻ നമുക്ക് കുറച്ച് തരം ബുദ്ധിമുട്ടാണ്. ബട്ട് ഈസ് ആക്ച്വലി ബ്രിങ്ങിങ് ഹിസ് ഓൾ സ്റ്റൈൽ, പുള്ളിയുടെ സ്റ്റൈലാണ് ഇപ്പൊ കൊണ്ടുവന്നത്. ഇനിയിപ്പോ ഗോഡിയോടെ ലൈറ്റ് എന്ത് ചെയ്യും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഗോഡിയോട് കംപ്ലീറ്റ്ലി അത് വൈപ്പ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോ ആർട്ടേറ്റ സ്റ്റൈലിലോട്ട് കയറി വന്നിരിക്കുകയാണ് ഇപ്പോ വേ ഓഫ് പ്ലേ. സോ ഒരു പ്രോപ്പർ ഐഡന്റിറ്റി ഇപ്പൊ നമുക്ക് ശരിക്കും നമ്മുടെ ടീമിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് ഹോപ്പ്ഫുള്ളി അതൊരു എൻ പ്രൊഡക്റ്റിലോട്ട് കയറി വരുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എനിക്ക് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അപ്പം ആ ഒരു കാര്യത്തിൽ ഇന്നലെ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ബാക്കിലായിരുന്നല്ലോ ഇത്ര നാള് നമുക്ക് കാലഫിയോറി കളിച്ച കളികളിലെല്ലാം. ആൻഡ് ഹി ക്യാൻ പ്ലേ ആസ് എ ലെഫ്റ്റ് സെന്റർ ബാക്ക് എന്നൊരു നമുക്കറിയാം. ഈ വാസ് സെന്റർ ബാക്ക്, ഇറ്റലിക്ക് വേണ്ടി സെന്റർ ബാക്കിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. സോ ഇന്നലെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ വെൻ ടിംബർ വാസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്, കിവിയോറിന് ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കൊടുത്തിട്ട് ഹി സ്വിച്ച് ടു റൈറ്റ് ബാക്ക്. സോ വിച്ച് പ്രൂവ്ഡ് അവന് റൈറ്റ് ബാക്കിലും കളിക്കാം. ദാറ്റ് അൾട്ടിമേറ്റ്ലി മേ ബി ഇൻ സിറ്റുവേഷൻ റൈറ്റ് സെന്റർ ബാക്ക് ആയിട്ട് മേ ബി സലിബയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. സോ ഡിഫെൻസീവ് ലൈനിൽ 4 പൊസിഷൻ എവിടെയും കളിക്കാൻ പറ്റും. ഇപ്പോ ഉള്ള ഈ 4 പേരും നമ്മുടെ മെയിൻ ലൈനപ്പ് 4 ഡിഫൻഡേഴ്സും അതിന് താഴെയുള്ള നമ്മുടെ പറഞ്ഞ എന്താ പറയാ സബ് ആയിട്ട് വരുന്ന സെക്കൻഡ് ഓപ്ഷൻ ബി ആയിട്ട് വരുന്നവര്, ഇവരെ എവിടെ വേണേലും കളിപ്പിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ആയി മാറുക. നമുക്ക് എവിടെ വേണേലും എപ്പോ വേണേലും ത്രോയിൻ ചെയ്യാം. പ്ലേ, നമുക്ക് ടെൻഷൻ ഇല്ല. നമ്മൾ ആർസണലിൽ ഇത്ര നാളെ സപ്പോർട്ട് ചെയ്തതിൽ ഏത് ടൈമിലാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുള്ളത്? ലൈക്ക് ഡിഫൻസിൽ ഇത്ര കാം ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. ഡിഫൻസിൽ നമ്മളൊന്ന് ചിന്തിക്കണ്ട, എത്ര എലീറ്റ് പ്ലേയേഴ്സ് വന്നാലും ഓക്കെ ഇറ്റ്സ് ഫൈൻ, നമുക്ക് പേടിയില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് നമുക്കിപ്പോ വരാൻ പറ്റുന്നൊരു കോൺഫിഡൻസ്
അത് ആർട്ടറ്റയുടെ കോച്ചിങ് ആണ്. ആർട്ടറ്റ എഡുവിന്റെ ഒരു വലിയ പങ്കുണ്ട് ഈ പറഞ്ഞ പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്തതിലും എന്താ പറയാ സ്കൗട്ടിങ് ചെയ്ത് എടുത്ത്. അതായത് നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്ന റായ എന്നൊക്കെ പറഞ്ഞ പ്ലെയർ പുള്ളി വന്ന സമയത്ത് ടാർഗറ്റ് ഉണ്ടായിരുന്നു. റായനെ എത്ര നാൾ കഴിഞ്ഞിട്ട് അവസാനം കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ചിലപ്പം റഫീനിയനെയൊക്കെ ചിലപ്പോൾ പറയാൻ പറ്റൂല, നാളെ അല്ലെ അടുത്ത സീസണൊക്കെ ചിലപ്പോൾ നമ്മുടെ ടീമിൽ വരാനും ചാൻസ് ഉണ്ട്. അപ്പം അവര് ഒരു പ്ലെയറെ സ്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് അങ്ങനെ കംപ്ലീറ്റ്ലി വിട്ട് കളയത്തില്ല. അങ്ങനെ അതും ഞാൻ ഈ ആർട്ടിറ്റയുടെ റെജീമിൽ കണ്ടുവരുന്നു. അവിടെയാണ് എനിക്ക് നിന്റെ അടുത്തൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു ഇത്, ഡിഡ് യു സീ മെൻ വെസസ് ബോയ് ഇന്നലെ ആ ഒരു സിറ്റുവേഷനിൽ? പണ്ട് നമ്മളായിരുന്നു ബോയ്സ് അഗെയിൻസ്റ്റ് ഈ ബയണ്ടേക്ക് കൂടെ പണ്ട് ചാമ്പ്യൻസ് ലീഗിൽ കളിച്ചുമ്പോൾ നമ്മുടെ ഡിഫെൻസീവ് ലൈനൊക്കെ നോക്കുമ്പോൾ മെൻ വെസസ് ബോയ്സ് എന്ന് പറയുമ്പോൾ ആർസണൽ പ്ലേയേഴ്സിനെ ബോയ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ബാക്കി യമണ്ടന്മാർ നോക്കുമ്പോഴത്തേക്ക് ഇത് യെസ്റ്റർഡേ ഞാൻ ഇന്നലെ ഒരു ട്വിറ്ററിലാണോ എവിടെയാണോ ഒരു പിക്ചർ കണ്ടായിരുന്നു. നമ്മുടെ ഡിഫെൻസീവ് ലൈൻ, മിഡ്ഫീൽഡ് ലൈൻ ഒരു കോർണർ നോക്കുമ്പോഴത്തേക്കും ദർ വാസ് സംതിങ് കോൾഡ് ഹൈറ്റ് ഡിഫറൻസ് മെൻ വെസസ് ബോയ്സ് എന്ന് ലിറ്ററലി അത് എടുത്തു കാണിക്കുന്നതായിരുന്നു. അതിനെ പറ്റി എന്താണ് എനിക്ക് പറയാനുള്ളത്? രണ്ടുപേരും ലൈക്ക് ഹൂഎവർ വാണ്ട്സ് ടു പിച്ച്. സഞ്ജയ് ബ്രോ പറഞ്ഞു. ഇപ്പോ അതാണ് എത്ര ഭയങ്കര ഫിസിക്കൽ ആൻഡ് സ്ട്രോങ് പ്ലേയേഴ്സ് ആണ് ശരിക്കും ഇപ്പൊ ഉള്ളത്. അതാണ് എനിക്ക് ഇതുപോലത്തെ ഒരു ജനറേഷൻ ഓഫ് പ്ലേയേഴ്സ് നമ്മൾ ഇൻവിൻസിബിൾ എറയിലാണ് കണ്ടിട്ടുള്ളത്. സോ അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 20 years എടുത്തു ശരിക്കും നമുക്ക് ആ ഒരു ഫിസിക്കൽ ടൈപ്പ് ഓഫ് പ്ലേയേഴ്സിനെ കിട്ടാൻ വേണ്ടി. ഇപ്പൊ എവിടെ നോക്കിയ ഡിഫൻസ് ആൻഡ് മിഡ്ഫീൽഡ് കംപ്ലീറ്റ്ലി ഫിസിക്കൽ ആണ്. കാരണം 4 ഡിഫൻഡേഴ്സ് ആർ വെൽ ബിൽഡ്. ബെൻ വൈറ്റ് ആയാലും ടിംബർ ആയാലും സലീബ, ഗബ്രിയൽ, കാലഫിയോറി, ഈവൻ കീവിയോർ, ടൊമിയാസു 8 ഡിഫൻഡേഴ്സ് ആണെങ്കിൽ 8 പേരും നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡിഫൻഡേഴ്സ് ആണ്. ഇനി ഫസ്റ്റ് ടീം പോട്ടെ, യൂത്ത് ടീമിൽ നോക്കും. യൂത്ത് ടീമിൽ ഒരു പ്ലെയർ ഒക്കെ ഉണ്ടായിരുന്നു, മാൽഡീനി കക്കൂരി. അവന് 18 വയസ്സാണ് പയ്യന്. അവന്റെ സൈസ് കണ്ടാൽ ശരിക്കും നമ്മൾ ഇപ്പൊ പേടിച്ചു പോകും. കാരണം അമ്മാതിരി ഒരു ഫിഗർ ആണ് അവരുള്ളത്. മിഡ്ഫീൽഡ് ആണ് ഇപ്പൊ റൈസും മെറീനോ, പാർട്ടെ, എത്ര ടോൾ ഫിസിക്കലി സ്ട്രോങ് പ്ലേയേഴ്സ് ആണല്ലേ. ഇവരൊക്കെ ഫിസിക്കൽ ആണെങ്കിൽ അതേപോലെ തന്നെ ഒരു ടെക്നിക്കലും ആണ്. അതാണ് എനിക്ക് ടെക്നിക്കലാണ്. അതാണ് സോ ഒരു വെരി ഡെഡ്ലി കോമ്പിനേഷൻ. ഫിസിക് പ്ലസ് ടെക്നിക് ഇസ് എ വെരി ഡെഡ്ലി കോമ്പിനേഷൻ. അതിന്റെ പ്രൈം എക്സാമ്പിൾ ദീപക് നവയായിരിക്കും. വിയറയുടെ പ്ലേ ആണ് നമ്മൾ കണ്ടു വളർന്നത്. ആ ഒരു ഫിസിക്കാലിറ്റി, സ്പീഡ്, ടെക്നിക് എല്ലാം ഒരു കംപ്ലീറ്റ് ഔട്ട് ആൻഡ് ഓൾ കംപ്ലീറ്റ് പാക്കേജുള്ള മിഡ്ഫീൽഡർ വിയറ. അപ്പൊ അതുപോലത്തെ ഒരു പ്ലേയേഴ്സ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണെന്ന് പറയുമ്പോൾ തന്നെ ഒരു ഗൂസ് ബംസ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് 20 years എടുത്തു നമുക്ക് ശരിക്കും വിയറ ടൈപ്പ് പ്ലെയറെ ഇനിയും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. അല്ല, അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ ഈ ഹൈബറിയുടെ കാലത്ത് കണ്ടോണ്ടിരുന്നപ്പം ആ ഒരു ടീമിനെ ദാറ്റ് വാസ് ദ ബെസ്റ്റ് ടീം ഡ്യൂറിങ് ദ ഹൈബറി എറ എന്ന് എല്ലാവർക്കും പറയാം. ക്യാൻ വി സേ ദിസ് ടീം ഇസ് ദ ബെസ്റ്റ് ആസ് ഓഫ് നൗ ഫോർ ഡ്യൂറിങ് ദ എമിറേറ്റ്സ് എറ എന്ന് ക്ലിയർലി 200% വെച്ച് പറയാൻ പറ്റില്ലേ? അല്ല, അത് പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല. ഞാൻ എനിക്കറിയാം, കണ്ടിട്ടില്ലെങ്കിലും നമ്മൾ വീഡിയോസ് കാണാറുണ്ടല്ലോ. അപ്പൊ അത് കഴിഞ്ഞ് ഇത്രയും ഫിസിക്കലി ഇമ്പോസിംഗ് ആയിട്ടുള്ള ഇത്രയും ഗുഡ് ഫുട്ബോൾ കളിക്കുന്ന ഒരു ടീം പിന്നെ ഉണ്ടായിട്ടില്ല എമിറേറ്റ്സ് എറയിൽ നിന്നല്ല. അത് ആ ഒരു 2006 ശേഷമൊന്നും അല്ലെങ്കിൽ വിയറ പോയതിനു ശേഷമൊന്നും ആർസണലിന് ഇത്രയും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടീം എനിക്ക് തോന്നുന്നില്ല ഉണ്ടായിട്ടുണ്ടത്. വീക്ക് അണ്ടർ ബെല്ലി എന്ന് പറഞ്ഞ്, സോഫ്റ്റ് അണ്ടർ ബെല്ലി എന്ന് പറഞ്ഞ് നടന്ന ടീംസ് ആണ്. അതായത് ആർസണലിനെ മീഡിയക്കാര് പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്ക് സോഫ്റ്റ് അണ്ടർ ബെല്ലിയാണ്. അപ്പൊ നമ്മൾ നമ്മൾ കുറച്ച് സ്ട്രോങ് ആക്കി നമ്മളൊന്ന് പുഷ് ചെയ്തപ്പോഴത്തേക്കും ഡാർക്ക് ആർട്സ് ആയി. അല്ല, അതൊരു പുതിയതായിട്ട് ഇന്നലെ ഇത് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ആ PSG മാച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും മെറീനോ ഒരു ഇന്റർവ്യൂല്, മുൻപാണോ കഴിഞ്ഞിട്ടാണോന്ന് പറഞ്ഞില്ല, മെറീനോ ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, ആർസണൽ ജോയിൻ ചെയ്ത് പിന്നെ ഐ എം ഫൈൻഡിങ് ലോട്ട് ഓഫ് ഡിഫറെന്റ് തിങ്സ് നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനും. ഐ ഹവ് നെവർ സീൻ ഇൻ എ ഫുട്ബോൾ പിച്ച് ഓർ ഫുട്ബോൾ ട്രെയിനിങ് ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതിനും വന്നിട്ടുണ്ട് ദിസ് ഇസ് ആർജറ്റാസ് ഡാർക്ക് ആർട്സ് എന്ന് പറഞ്ഞ കുറെ ആർസണൽ ഫാൻസ് അത് ഇത് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇതിന്റെ ആർട്ടറ്റയുടെ ബേസ് എല്ലാവരും ഗോഡയോളാണ്. ശരിക്കും ആർട്ടറ്റയുടെ ബേസ് എന്ന് പറയുന്നത് ശരിക്കും ആർസൻ വെങ്കർ ആണ്. കാരണം ആർട്ടറ്റയുടെ ആർസൽ ജോയിൻ ചെയ്ത ശേഷമാണ്, വെങ്കറിനെ മീറ്റ് ചെയ്തതിനു ശേഷമാണെങ്കിൽ ഒരു കോച്ചിങ് എന്ന രീതിയിലോട്ട് ശരിക്കും പുള്ളിക്ക് ഒരു തിങ്കിങ് ഐഡിയ ഉണ്ടായിട്ടുള്ളത്.
പിന്നെ ആ ഒരു സമയത്ത് ഗോഡിയോള ഇങ്ങോട്ട് വന്നപ്പോ ഒബ്വിയസ്ലി ഗോഡിയോള wanted someone who was familiar in the English game. So Arteta was available at that time. So he got to know more about Guardiola. എനിക്ക് തോന്നുന്നു ആ വെങ്കറിന്റെ ഹൈബറി എറ പ്ലസ് ഗോഡിയോളുടെ ഇപ്പോഴത്തെ എറ കമ്പൈൻ ചെയ്ത ടീമാണ് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. ആ തിങ്കിങ് വേണമെങ്കിൽ നമുക്ക് നോക്കാം. അതെ ഇപ്പോഴത്തെ ടീം നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. എനിക്കൊരു കാര്യം റേസ് ചെയ്യാനുണ്ട്. നമുക്ക് ഇപ്പൊ ഈ സെറ്റ് പീസിന്റെ കാര്യം പറഞ്ഞപ്പോ മറ്റേ മെൻ വേഴ്സസ് ബോയ്സ് എന്ന് പറഞ്ഞില്ലേ, മെൻ വേഴ്സസ് ബോയ്സ് ആ ഒരു പിക്ചർ കണ്ടപ്പോ നമുക്ക് അത് തോന്നി. പക്ഷെ നമുക്ക് ആ സെറ്റ് പീസിനെ കുറിച്ചും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യണം. നീ പറഞ്ഞു. നിക്ലസ് ജോവർ എന്ന് പറഞ്ഞ ആളെ കുറിച്ചും കൂടെ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്, പരാമർശിക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നീ പറഞ്ഞു. അല്ല, 2021 നിക്ലസ് ജോവറിനെ നമ്മള് നമ്മുടെ സെറ്റ് പീസ് കോച്ചായിട്ട് സൈൻ ചെയ്തത്. നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, അതായത് ഓരോ സെറ്റ് പീസിന് പോലും കോച്ച് ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പേഴ്സണലി. ഇങ്ങനത്തെ ഇപ്പം അതിനുശേഷമാണ് ഓരോ ടെക്കിന് വേണ്ടി കോച്ചിനെ കൊണ്ട്, അതായത് മറ്റേ ഈ ടെക്കേഴ്സ് ഉണ്ട്, നമ്മുടെ സ്കില്ലും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാൻ, ഈ ഫുട്ബോൾ ഓൺ ദ ബോൾ എബിലിറ്റിക്ക് വേണ്ടി ടെക്കേഴ്സ് കോച്ചിനെ നമ്മൾ കൊണ്ടുവന്നു. അപ്പൊ അതുപോലെ ഈ ജോവറിനെ കൊണ്ടുവന്നതാണ് മാഞ്ചസ്റ്റർ സിറ്റിന്ന് കൊണ്ടുവന്ന 2021. അന്ന് ഒരുപാട് സിറ്റി ഫാൻസ് ഒക്കെ ഇരുന്ന് ട്രോളിയ ഒരു കുറെ സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. വെൽഡൺ വിത്ത് ഇനിയിപ്പോ കോർണർ ചെയ്തെങ്കിലും ഗോൾ അടിക്കാമല്ലോ ആർസണലിന്നൊക്കെ പറഞ്ഞു. 2021 ആലോചിക്കണം, നമ്മൾ മറ്റേ ഇങ്ങനെ പിടിച്ച് പിടിച്ചിങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലായിരുന്നു. അപ്പം ഇപ്പൊ കുറെ ട്വീറ്റുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അന്ന് സിറ്റി ഫാൻസിനെ ട്രോളിക്കൊണ്ട് അന്നത്തെ സിറ്റി ഫാൻസ് നമ്മളെ ട്രോളുന്ന കുറെ ഇതുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ജോവറിന്റെ ഒരു ഇമ്പാക്ട് ആണ് ഈ ടീമിലെ ആർസണൽ. നമ്മുടെ കഴിഞ്ഞ 2 വർഷത്തെയോ കഴിഞ്ഞ വർഷത്തെ ഏതോ ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ആർട്ടറ്റയുടെ കീഴിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് കോർണേഴ്സിലൂടെയാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല, ഒരു കോർണേഴ്സ് ആണ് ടോപ്പ് ഗോൾ സ്കോറർ. ഇന്നലെ കണ്ടൊരു സ്റ്റാറ്റ്സ് ആണ്. 2024 തുടങ്ങിയ തൊട്ട് 27 ഗോൾസ് ആണ് ഇപ്പം ആർസണൽ കോർണേഴ്സ് ആൻഡ് സെറ്റ് പീസസിൽ അടിച്ചേക്കുന്നത്. ആൻഡ് ഇന്നലെ വാച്ച് ലോങ്ങിൽ നമ്മളൊരു ഇത് കണ്ടായിരുന്നല്ലോ, ഇപ്പം ലൈക്ക് നമുക്ക് ഇന്നലെ കോർണർ കിട്ടിയപ്പോ ഇറ്റ്സ് കോർണർ ടൈം എന്ന് പറഞ്ഞ എല്ലാരും മറ്റേ എക്സൈറ്റഡ് സിറ്റുവേഷൻ. നമുക്കൊരു പെനൽറ്റി കിട്ടുന്ന സന്തോഷമാണ് എല്ലാവർക്കും സെറ്റ് പീസിലെ കോർണർ കിട്ടുമ്പോ. ഒന്ന് ജോറിന്റെ സെറ്റ് പീസ് കോച്ചിങ്, 2 സാക്കയുടെ ഡെലിവറി അൺബിലീവബിൾ ആണ്. 9 out of 10 ഡെലിവറീസ് ആർ പ്രോപ്പർ ഡെലിവറീസ് ആണ്, ഒരു രക്ഷയില്ല. അത് എടുത്തു പറയേണ്ടതുണ്ട്. കഴിഞ്ഞ സീസൺ നമ്മൾ ഡെക്ലൻ റൈസിന്റെ കോർണർ ഉണ്ട്. ഡെക്ലൻ റൈസ് കോർണർ എന്നിട്ട് തുടങ്ങി അപ്പോഴാണ് കുറെ ഗോൾസ്. ഇവൻ കോർണേഴ്സ് മാത്രമല്ല, ഫ്രീ കിക്സും ഡെക്ലൻ റൈസിന്റെ ഫ്രീ കിക്സ്. എസ്പെഷ്യലി എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മറ്റേ കഴിഞ്ഞ സീസൺ വെസ്റ്റ് ഹാമിനെതിരെയുള്ള ഫ്രീ കിക്ക് ആണ്. നേരെ കീപ്പേഴ്സ് ബോക്സിന്റെ അവിടെയാണ് ബോൾ എത്തുന്നത്. കീപ്പർ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ കാൻ കം ഫോർ ദ ബോൾ. ആ സമയത്ത് ഗബ്രിയൽ നല്ല പ്രോപ്പർ ആ ഒരു ഫ്രീ കിക്ക് കണ്ട മനസ്സിലാവും. നല്ല ടെക്നിക് ഉള്ള ഒരു പ്ലെയർ ആണ് ശരിക്കും ഡെക്ലൻ റൈസ്. അതാണ്. സോ ഇപ്പൊ ഈ സീസൺ സാക്കയുടെ കോർണേഴ്സ് ഓൾസോ ഇംപ്രൂവ്. കഴിഞ്ഞ സീസൺ വെരി മച്ച് ഇംപ്രൂവ്. അതാണ്. സോ എന്താ പറഞ്ഞ ഫൈൻ മാർജിൻസ്. ഇതുപോലത്തെ സിറ്റുവേഷൻസ് എങ്ങനെയാ ഒരു ഡെഡ് ബോൾ സിറ്റുവേഷൻസിൽ എങ്ങനെ മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യാം. കാരണം പ്രോബബിലിറ്റി ഓഫ് സ്കോറിംഗ് ഫ്രം കോർണേഴ്സ് ആർ വെരി ലോ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ. പക്ഷെ ഇപ്പൊ നമ്മൾ ആ ഒരു ബാരിയർ കൂടി ബ്രേക്ക് ചെയ്യാൻ നോക്കുവാണ്. ഇപ്പോ നേരത്തെ പണ്ട് എല്ലാവരും പറയും ഇപ്പൊ റിയൽ മാഡ്രിഡിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ ഉണ്ട്. എപ്പോ ആണെങ്കിലും അവസാനം റിയൽ മാഡ്രിഡ് ഗോൾ അടിക്കുന്ന റീലോട്ട് ഇപ്പൊ കയറി വരുന്ന റിയൽ. ഇപ്പൊ ഹോപ്പ്ഫുള്ളി ആർസണൽ നമ്മൾ ഇതുപോലത്തെ സിറ്റുവേഷൻ ഇപ്പൊ ആർസണലിനെ പറ്റി നമുക്കും പറയാം. കോൺട്ര വരുവാണെങ്കിൽ ആർസണൽ ഗോൾ അടിക്കുന്ന റീലോട്ട് സിറ്റുവേഷൻ ഇപ്പൊ വരുമായിരിക്കും. ഒരു മേ ബി ദിസ് ഇയറോ അല്ലെങ്കിൽ നെക്സ്റ്റ് സീസൺ എപ്പോഴെങ്കിലും വരുമായിരിക്കും. ഇപ്പൊ തന്നെ കോർണേഴ്സ് എന്നുള്ള എക്സ്ചേഞ്ച് നമുക്ക് വളരെ കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. അല്ല, ഇത് ലിറ്ററലി മറ്റേ സീനില്ലേ ഫർഗി ടൈം എന്ന് പറഞ്ഞോണ്ടിരുന്നപ്പോൾ ഇറ്റ്സ് കോർണർ ടൈം ആർസണലിന്റെ കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ട്വിറ്ററിൽ ഓരോരുത്തർ ഇടുന്ന കണ്ടില്ല. കൊള്ളാം അങ്ങനത്തെ ഒരു ഇത് വരുമ്പോഴത്തേക്കും. സോ അങ്ങനെ ഇന്നലെ വന്നപ്പം ഐ വാസ് വെരി ഹാപ്പി യെസ്റ്റർഡേ സ്കെല്ലിക്ക് UCL ഒരു ഓപ്പർച്യൂണിറ്റി ആർച്ചിട്ട കൊടുത്തു. ഈവൺ ഇഫ് ഇറ്റ്സ് 5 minutes or 4 minutes, ആ ഒരു കോൺഫിഡൻസ് അണ്ടർ 19 പ്ലെയറിനോട് കാണിച്ചു 2-0. കാരണം സെക്കൻഡ് ഹാഫിൽ നോക്കുമ്പോഴത്തേക്ക് ഫാബിയൻ റൂയിസ് വന്നപ്പോൾ അവരുടെ ഗെയിം സ്റ്റൈൽ കുറച്ച് മാറി. ദേ വർ മോർ അറ്റാക്കിംഗ് വെൻ ഫാബിയൻ റൂയിസ് സ്റ്റാർട്ടഡ് പ്ലേയിങ്.
സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ. അതൊക്കെ കഴിഞ്ഞ് കിവിയോറിന്റെ അവിടെ കുറച്ച് വീക്ക്നെസ് ആർച്ചറ്റ് അത് ഐഡന്റിഫൈ ചെയ്തെന്ന് തോന്നുന്നു. കാരണം അവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. പിന്നെ അവരുടെ 2 വിങ്ങേഴ്സ് ആണെങ്കിലും ദേവർ സം വേ ഓർ ദ അതർ കുറെ സമയത്ത് ഔട്ട് റൺ ചെയ്തായിരുന്നു. ഇപ്പൊ ഈവൺ ഇഫ് ഇറ്റ്സ് ടിംബർ ഓർ കാലിഫിയോറി ഒന്ന് പോയായിരുന്നു, അവര് റൺ ചെയ്തായിരുന്നു. ബട്ട് ദർ വാസ് നോ മച്ച് ഇമ്പാക്ട് ഔട്ട് ഓഫ് ഇറ്റ്. ബട്ട് ഔട്ട് റൺ ഉണ്ടായിരുന്നു, നല്ല പേസ് ഉണ്ടായി. ബട്ട് ആ ഒരു സിറ്റുവേഷൻ അങ്ങനെയൊക്കെ ഒരു വരുമ്പോഴത്തേക്കും he brought in like Skelly just for a 5 minutes period as well. So ആ ഒരു പയ്യനെ നോക്കുമ്പോഴത്തേക്കും 17 years of age, ആ പയ്യന് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും അവന്റെ കരിയറിന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പം. എന്താണ് അരുൺ അതിനെപ്പറ്റി വാട്ട് ഡു യു ഫീൽ? ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? അല്ലെ വെന്നിയേരിക്ക് ചാൻസ് കൊടുത്തില്ല എന്നുള്ളൊരു വിഷമം അങ്ങനെ എന്തെങ്കിലും? ഇല്ലില്ല, ഓനോ ഒരു വിഷമില്ല. ഞാൻ സ്കെല്ലി ഫാനാണ്, ഞാൻ വെന്നേരി ഫാനാണ്. സോറി, ഞാനൊക്കെ സ്കെല്ലി MLS ക്യാമ്പിലുള്ള. എല്ലാരും ഇപ്പോ മറ്റേ വന്യരെ പറ്റി സംസാരിക്കും. സ്കെല്ലിനെ ശരിക്കും കുറച്ച് കാണിക്കരുത്. ബട്ട് സ്കെല്ലി അത്യാവശ്യം നല്ല ഒരു വേഴ്സറ്റൈൽ പ്ലെയർ ആണ്. ഈ ക്യാൻ പ്ലേ ഇൻ ദ മിഡ്ഫീൽഡ്. ആ ഒരു സിൻചെങ്കോ റോൾ കളിക്കാനുള്ള പ്ലെയർ ആയിട്ടാണ് സ്കെല്ലിയെ തോന്നിയിട്ടുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ആർട്ടറ്റ ഏറ്റവും കൂടുതൽ വെനീരെക്കാട്ടിലും ട്രസ്റ്റ് ചെയ്യുന്ന സ്കെല്ലിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പുള്ളി എടുത്തെറിയുന്നത് ഏറ്റവും ടഫസ്റ്റ് എൻവയോൺമെന്റില്, സിറ്റി മാച്ചിന്റെ ലാസ്റ്റും ഇപ്പോഴത്തെ ചാമ്പ്യൻസ് ലീഗിന്റെ എൻഡിലും ഒക്കെയാണ്. അത്രയും ട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു മാനേജർ അങ്ങനെ ചെയ്യത്തുള്ളൂ. ആൾക്ക് 17 വന്നിട്ട് വയസ്സേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി, അക്കാഡമിന്ന് നെക്സ്റ്റ് കളിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിനായിട്ടാണ്. ഇന്നലെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, പുള്ളിയുടെ അമ്മ സ്റ്റേഡിയത്തിൽ നിന്ന് ഇമോഷണൽ ആവുന്ന. ഭയങ്കര മൊമെന്റ് ആണ് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ചിട്ട് സ്വന്തം മോൻ ഇങ്ങനെ ആ ഒരു ചാമ്പ്യൻസ് ലീഗ് നൈറ്റിൽ വന്ന് ഇങ്ങനെ ആ സബിൽ ഇറങ്ങുമ്പോൾ അത് ഭയങ്കര ഒരു ഇമോഷൻ ആയിരിക്കും. യൂത്ത് അക്കാഡമിയുടെ റാങ്കിൽ നിന്ന് പഠിച്ചു കയറി വന്നൊരു പ്ലെയർ ആകുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും. ഫാൻസ് നമുക്കൊരു സാക്ക കയറി വന്ന ആ ഒരു ഇതൊക്കെ ഓർമ്മ വരും. ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു കാര്യത്തിൽ, ഭയങ്കര ഹാപ്പിയാണ്. ആർട്ടക്കാര് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. സോ അപ്പം നമുക്ക് എന്തായാലും ഒരു പ്ലെയർ റേറ്റിംഗ് സത്യം പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൊടുക്കണമെന്നില്ല. എവ്രി വൺ പ്ലേഡ് വെൽ ഹിയർ ഓർ ദെയർ, ആ ഒരു ഇതുണ്ടായി. ബട്ട് സ്റ്റിൽ നമുക്കപ്പം ഇന്നത്തെ ആ ഒരു വീഡിയോ പതുക്കെ വേണമെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. സോ ഒരു പോയിന്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞ, അപ്പൊ ജസ്റ്റ് ഒരു ആർട്ടിക്കിൾ വായിച്ചോണ്ടിരിക്കുകയാണ്. മറ്റേ മാർക്ക് ക്ലാറ്റൻബർഗ് ഇന്നലത്തെ റെഫറി ഉണ്ടല്ലോ, സ്ലാവ്കോ വിൻസിച്ച്. അപ്പോ പുള്ളിയെ പറ്റി ഒരു കമന്റ് പറയുന്നുണ്ടായിരുന്നു, ദ വേ ഹി ഹാൻഡിൽ ദ ഗെയിം വാസ് വെരി ഗുഡ്. ആ ഒരു പ്രീമിയർ ലീഗ് റെഫറീസും പുള്ളി ഡിഫറൻസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോ ആ ആർട്ടിക്കിൾ ബേസിക്കലി ട്രാഷിംഗ് ദ പ്രീമിയർ ലീഗ് റെഫറീസ്. കാരണം പുള്ളി ശരിക്കും സ്ലൊവീനിയൻ റെഫറിയാണ്. അല്ലല്ല, ഈ മീഡിയ ആള് ജേർണലിസ്റ്റ് ജർമ്മനും കണ്ടെത്തി എനിക്കും തോന്നുന്നു. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു റാൻഡം ആർട്ടിക്കിൾ ആണ് നോക്കിയത്. എവിടെ ഏതൊരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു. ഒറ്റ കാര്യം ജസ്റ്റ് ഇന്ററപ്റ്റ് ചെയ്യാണ്. നമ്മള് ഇപ്പം ആർട്ടിക്കിൾ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, നമ്മുടെ മലയാളം ഒരു പുള്ളിയുണ്ട്, ബിനു എന്ന് പറഞ്ഞൊരു പുള്ളി ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ആസ്നലിന്റെ ഇത് വെച്ചിട്ട്, മീഡിയം എന്ന് പറഞ്ഞൊരു ഇതില്. ഞാൻ എന്തായാലും ആ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. നല്ലൊരു മലയാളത്തിലുള്ള ആർട്ടിക്കിൾ ആണ്. ഈസ് ആർച്ചറ്റാസ് ആസ്നൽ ടു ഡിഫെൻസീവ് എന്നാണ് ടോപ്പിക്കിൽ അങ്ങനെ എഴുതിയിട്ടുള്ള. ഇറ്റ് ഈസ് ഗുഡ് റീഡ്. എല്ലാരും സമയം കിട്ടുമ്പോൾ ജസ്റ്റ് വെൻ യു ആർ ഹാവിങ് ഫ്രീ ടൈം ജസ്റ്റ് ഒന്ന് അതൊന്ന് ഗോ ത്രൂ ചെയ്യുക. ഇറ്റ് ഈസ് എ നൈസ് ഇത് നല്ലൊരു ഇതാണ്. സോ വിൽ ഹെൽപ്പ് പ്രൊമോട്ട് ഹിം ആസ് വെൽ. അങ്ങേറെ യൂട്യൂബ് അല്ല ലൈക്ക് ഒരു ബ്ലോഗ് പോസ്റ്റിന് നമുക്ക് ഇത് ചെയ്യാം. പറഞ്ഞോ അരുൺ, എനിക്ക് പറയാനുള്ളത്. അതെ, സോ അതാണ്. അപ്പൊ ആർട്ടിക്കിൾ വായിച്ചിട്ടോ അതാണ് എസ്പെഷ്യലി ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു, ഒരു പെനാൽറ്റി ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കാലഫിയറുടെ കയ്യിലാണ്, ജസ്റ്റ് ബൈ ആക്സിഡന്റ് എന്തോ ടച്ച് ചെയ്തു. ചിലപ്പോ പ്രീമിയർ ലീഗ് ആണ് ചിലപ്പോൾ അത് പെനാൽറ്റി കൊടുത്തേനെ എന്ന രീതിയിലുള്ള ഒരു സജഷനാണ് ക്ലാറ്റൻബർഗ് പറഞ്ഞത്. അപ്പൊ ആ ഒരു നമുക്ക് ശരിക്കും ഇന്നലത്തെ റെഫറിങ് വെച്ച് നോക്കുമ്പോൾ ഒരു സ്പോട്ട് ഉണ്ട്, നല്ല ഒത്തോറിറ്റി ഉണ്ടായിരുന്നു. സ്ലാവ്കോവിച്ച് ഭയങ്കര ഒത്തോറിറ്റി ഉള്ള രീതിയിലാണ് പുള്ളി ആ ഗെയിം മാനേജ് ചെയ്തത്. സോ അതാണ് ക്യാൻ ബി ലെസൺ ഫോർ ഇംഗ്ലീഷ് റെഫറീസ്. യൂറോപ്യൻ ലെവൽ കോമ്പറ്റീഷൻസ് ഒക്കെ വരുമ്പം സ്റ്റാൻഡേർഡ് വരാം. നമ്മൾ അറിയുന്ന പോലില്ല റെഫറിയെ കുറിച്ച് സംസാരം പോലും വരും. സോ അതാണ് ശരിക്കും ഒരു നല്ല റെഫറി എന്ന് പറയുന്നത്.
നമ്മളെ സിനിമയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിനിമ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുമ്പോഴാണ് അതൊരു മോശം എഡിറ്ററാണ്. ഒരു സിനിമ ആ ഫ്ലോ കറക്റ്റ് ആവുകയാണെങ്കിൽ എന്റെ അർത്ഥം ആ എഡിറ്റർ നല്ലതാണെന്നുള്ള. അതേപോലെയാണ് ഒരു മാച്ച് വലിയ ഇന്ററപ്ഷൻ ഇല്ലാണ്ട് റെഫറിയെ കുറിച്ച് സംസാരിക്കാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് പോവുകയാണെങ്കിൽ എന്റെ അർത്ഥം റെഫറി അത്ര മികച്ച രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇംഗ്ലീഷ് റെഫറീസ് ട്രാഷ് ട്രാഷ് എന്നല്ല കൂടുതലും പറയുന്നത്. സത്യം നമ്മൾ ചില വീഡിയോസ് ട്രാഷിംഗ് ബട്ട് ഈസ് ബേസിക്കലി ക്ലാറ്റൻബർഗ് ഇസ് ട്രാഷിംഗ് ദ ഇംഗ്ലീഷ് റെഫറീസ്. അല്ല പുള്ളി ഇംഗ്ലീഷ് അല്ല ശരിക്കും ആ ഒരു നമുക്കൊരു നോട്ടബിൾ ആയിട്ട് വരുന്ന ഒരു ഇംഗ്ലീഷ് റെഫറി ശരിക്കും മനസ്സിൽ വരുന്നത് ആകെ മാർക്ക് ക്ലാറ്റൻബർഗ് ആണ് വരുന്നത്. ഹോവർഡ് വെബ് പിന്നെ എന്തായാലും പറയുന്നില്ല, അതിനെ പറ്റി ഒരു ആവശ്യമില്ല. അല്ല യുണൈറ്റഡ് സ്പൈ എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ മതി. നമ്മളിപ്പം പ്രീമിയർ ലീഗിന്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാ പോസ്റ്റ് മാച്ച് വീഡിയോ ലൈക്ക് 5 മാച്ചസ് കഴിഞ്ഞ് അതിൽ 2 വീഡിയോയിൽ നമ്മൾ വി ഹാവ് ക്രിട്ടിസൈസ്ഡ് ആർ മേജർ ടോക്കിംഗ് പോയിന്റ് വാസ് ദ റെഫറീസ്. ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോ 45 മിനിറ്റ് ആയിട്ട് വി ആർ സ്ട്രീമിംഗ്, ബട്ട് സ്റ്റിൽ ആ ഒരു സമയത്ത് ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ടോപ്പിക് തന്നെ ആലോചിച്ചത്. ഓ യെസ്, റെഫറീസിനെ പറ്റി, അതും ഇംഗ്ലീഷ് റെഫറീസിനെ റിലേറ്റ് ചെയ്ത് വന്നതുകൊണ്ടാണ് ആ ഒരു ടോപ്പിക് തന്നെ വന്നത്. സോ ഹൗ വെൽ ദേ ആർ ഡൂയിങ് ഇൻ യൂറോപ്യൻ ഗെയിംസ്, അത് ഭയങ്കര ഒരു വ്യത്യാസം. ദേ ഷുഡ് ലേൺ, ടു ബി ഫെയർ, ദേ ഷുഡ് ലേൺ. ഇന്നലെയാണോ മിനിഞ്ഞാന്നോ അറിയില്ല, മറ്റേ ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു റെക്കോർഡ് കൊടുത്ത സീൻ ഉണ്ടല്ലോ, അതെനിക്കൊന്നും അത് ഓവർടേൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ റെഫറീസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് ജസ്റ്റ് സച്ച് എ ബാഡ് റെഫറി ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ വാറും മിസ് ചെയ്തു, വാറും അത് ഓവർടേൺ ചെയ്ത് നോക്കിയില്ല. അതാണ് ഇതുപോലത്തെ സിറ്റുവേഷനൊക്കെയാണ് ശരിക്കും നമുക്കൊരു ഫ്രസ്ട്രേഷൻ കയറി വരുന്നത്. ആദ്യമായിട്ടാണ് കുറച്ച് അവിടെ കണ്ടപ്പോഴായിരിക്കും ഒരു ട്രോൾ ഓർമ്മത്. യുണൈറ്റഡ് ഫാൻസ് ഫുൾ ട്വിറ്ററിൽ പ്രശ്നം, എന്തിനത് ഓവർടേൺ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് വേണ്ടായിരുന്നു. അത് സത്യമാണ്. പ്രോപ്പർ ടീമാണ്, ഒരു പ്രോപ്പർ ടീം കളിക്കുന്ന ഒരു ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് മത്സരമാണ് ലാസ്റ്റ് ഗെയിം ഓഫ് ദ സീസൺ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ ഡിസൈഡിങ് മാച്ചിൽ ഇങ്ങനെ നല്ല ടീമുകൾ ക്ലാഷ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു ബ്ലണ്ടർ കൊടുത്തു കഴിഞ്ഞാൽ എന്തിനാണ് പിന്നെ ഇവര് റെഫർ ചെയ്യുന്നത്? ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എന്തിനാണ് അവർക്ക്? എനിക്കറിയില്ല. പിന്നെ ഇറ്റ് ഇസ് വാട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ള അല്ലാണ്ട് വേറെ വഴിയില്ല. സോ അപ്പം ഓൾമോസ്റ്റ് നമ്മളെല്ലാം ഈ ഗെയിമിലെല്ലാം കവർ ചെയ്തില്ലേ ഇപ്പം ഇന്നലത്തെ നോക്കുമ്പോഴത്തേക്കും? ഞാൻ ഇനീഷ്യലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. കാരണം മാക്സിമം എനിക്ക് കുറച്ച് പ്ലേയേഴ്സ് ഈ പറഞ്ഞ പോലെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിംബറും കാലിഫിയറും ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിരുന്നു. സോ അവരെ കുറിച്ച് അതെ, ടിംബറിന്റെ കാര്യം പറഞ്ഞത് ശരിക്കും എനിക്ക് പല ഫാൻസും ചോദിക്കുന്നുണ്ടായിരുന്നു മറ്റേ ടിംബറിന് ഇഞ്ചുറി. എനിക്ക് തോന്നുന്നു ചെറിയ മസ്കുലർ ഇഞ്ചുറി എന്ന് പറയാം, സ്ട്രെയിൻ ആണെന്ന് തോന്നുന്നു. കാരണം അത്യാവശ്യം കുറെ കളി കളിക്കുന്നുണ്ട്, ടിംബർ അത്യാവശ്യം കുറെ കളി കളിക്കുന്നുണ്ട്. സോ പെട്ടെന്ന് ഇപ്പൊ ഇഞ്ചുറി റിട്ടേൺ ചെയ്ത് വരുമ്പോൾ അതിന്റെ ഒരു ചെറിയ ഇതായിരിക്കാൻ ചാൻസ് ഉള്ളൂ. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദേ ആർ ട്രൈങ് ടു മാനേജ് ഹിം. വലിയ ഇഞ്ചുറി ആവാതിരിക്കാൻ വേണ്ടിയാണ്, ഒരു പ്രിക്കോഷണറി ആയിട്ടാണ് ഇറക്കിയത്. ചെറിയൊരു മസിലിനൊരു എന്തോ ഒരു ഇത് വന്നപ്പോഴത്തേക്കും പ്രിക്കോഷണറി ആയിട്ട് അപ്പൊ തന്നെ ഇറക്കിയതാ. ഡോണ്ട് വാണ്ട് എന്താ ഇനിയിപ്പോ ഒരു ഇഞ്ചുറി കൂടെ വേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മാത്രമാണ്. സോ അപ്പം അങ്ങനെയാണ് നമ്മുടെ ഇത്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഓൾമോസ്റ്റ് എൻഡ് ചെയ്യാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. സോ കറന്റ്ലി നോക്കുമ്പോൾ സബ്സ്ക്രൈബേഴ്സ് നമ്മളിപ്പോ 500 സംതിങ് കടന്നു. താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ട്. വി നീഡ് മോർ സപ്പോർട്ട്. റോഡ് ടു 1K ആസ് പ്രോമിസ്. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വക ടീഷർട്സ് ഉണ്ടായിരിക്കും, റെട്രോ ടീഷർട്സ്. സോ എത്ര പെട്ടെന്ന് നിങ്ങൾ എത്തിക്കുന്നു അത്രയും പെട്ടെന്ന് ലക്കി 3 people വിൽ ഗെറ്റ് ദ റെട്രോ ജേഴ്സീസ്. സോ അങ്ങനെയാണ്. യെസ്, ഓക്കേ, സൂപ്പർ. So അങ്ങനെ we are ending this video today. Let's see, we'll meet up for the next pre-match video with Arsenal Southampton അല്ലേ weekend. Arsenal Southampton അതിന്റെ pre-match video the return of Ramsdale. സിമ്പതിയാണ് ഇപ്പൊ ശരിക്കും റാംസിലുള്ള സിമ്പതി ഒന്നാണ്. ഡിസ്കസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെ കുറിച്ച് പ്രീ-മാച്ച് വീഡിയോയിൽ കാണാം. സോ hope you guys enjoyed this video. അപ്പം അടുത്ത വീഡിയോയ്ക്ക് കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ ബൈ. Come on, you guys.